ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു റൈസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇംപ്രൂവ്മെൻറ്റിൻ്റെ സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസും ഓസിലേഷനും. വളരെ ചെറിയ ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. അതിനകത്ത് 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സാധാരണ ഒരു പ്രൂഫ് 1-2 പ്രൂഫുകൾ ഉണ്ട്, അത് തന്നെയാണ് സ്ഥിരമായി ചോദിക്കുന്നത്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതുമായി റിലേറ്റഡ് ചെയ്താലുള്ള കുറച്ച് തിയറി പാർട്ടും നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് ഓസിലേഷൻ ആണ്. ഓസിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓസിലേഷനകത്ത് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഡെറിവേഷൻസും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് കൈനറ്റിക് തിയറിയിൽ നമ്മൾ കുറച്ച് ലോകളാണ് പറയുന്നത്. നമ്മൾ തെർമൽ പ്രോപ്പർട്ടിയിലും പറയേണ്ടതായിരുന്നു. നമ്മൾ ബോയിൽസ് ലോ. എന്താണ് ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഇറ്റ്, ഫോർ എ ഗിവൺ മാസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് പ്രഷറും വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ആര് പറയുന്നത്, ബോയിൽസ് ലോ പറയുന്നത്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരുന്നത് പി വി ഡയഗ്രാം വരുന്നതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ് വരുന്നത്. അടുത്ത നമ്മൾ ചാൾസ് ലോ ആണ് പറയുന്നത്. എന്താണ് ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഇറ്റ്, ഫോർ എ ഗിവൺ മാസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഇവിടെ പ്രഷർ എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ്, വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം എന്ന് പറയുന്നത് കൂടും. അവിടെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതായത് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ V/T എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. V1/T1 ഈസ് ഈക്വൽ ടു V2/T2 ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ ഗാലുസാക്സ് ലോ ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇറ്റ്, ഫോർ എ ഗിവൺ മാസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ്. പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ P/T എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ P1/T1 ഈസ് ഈക്വൽ ടു P2/T2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മൾ ഐഡിയൽ ഗ്യാസ് കൺസെപ്റ്റ് ആണ്. നമ്മൾ ഗ്യാസിനെ കുറിച്ചാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഐഡിയൽ ഗ്യാസ് കൺസെപ്റ്റ് ആണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു വോളിയം ഓഫ് കണ്ടെയ്നർ. നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടെയ്നറിൻ്റെ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ ആ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് എടുക്കുക, ഈ പറഞ്ഞ കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെയാണ് എടുക്കുന്നത്. സോ വോളിയം ഓഫ് ഗ്യാസ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് കണ്ടെയ്നർ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെയോ നോ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ആക്ട് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. നമ്മൾ 2 ഗ്യാസ് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ആ 2 ഗ്യാസ് മോളിക്യൂൾസും തമ്മിൽ എന്തില്ല, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഒരു ഫോഴ്സും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഐഡിയൽ ഗ്യാസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാലോ, ഐഡിയൽ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എ ഗ്യാസ് വിച്ച് ഫോളോസ് ഓൾ ഗ്യാസ് ലോസ് ആൻഡ് ഗ്യാസ് ഇക്വേഷൻസ് അറ്റ് എവറി പോസിബിൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് നോൺ ആസ് ഐഡിയൽ ഗ്യാസ് ഓർ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. പിന്നെ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ് ക്യാൻ ഡു ഓൺലി ട്രാൻസ്ലേഷണൽ മോഷൻ. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, അതിന് ട്രാൻസ്ലേഷണൽ മോഷനേ ഉള്ളൂ, വൈബ്രേഷണൽ മോഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമേ ഐഡിയൽ ഗ്യാസിന് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പിന്നെ ഐഡിയൽ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് ബിക്കോസ് ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഈസ് സീറോ. നമ്മൾ ഏതൊരു ഗ്യാസിനെയും ലിക്വിഡ് ആക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ലിക്വിഡിനകത്ത് ഈ പറഞ്ഞ മോളിക്യൂൾസ് തമ്മിൽ ബോണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ആ 2 മോളിക്യൂളുകൾക്കിടയിൽ ഒരിക്കലും ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഉണ്ടാവുകയില്ല. ഓക്കെ, അടുത്ത എന്താണ്, ഓൾ റിയൽ ഗ്യാസസ് ബിഹേവ് ആസ് ഐഡിയൽ ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ ലോ ഡെൻസിറ്റി. ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഏതൊരു ഗ്യാസും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഐഡിയൽ ഗ്യാസ് പോലെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. ഇക്വേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ PV ഈസ് ഈക്വൽ ടു μRT എന്നാണ്. P എന്ന് പറയുന്നത് പ്രഷർ, V വോളിയം, μ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ അബ്സല്യൂട്ട് സ്കെയിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, PV ഈസ് ഈക്വൽ ടു നമുക്ക് മോളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു RT എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പർ ഓഫ് മോൾസിനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ഇൻറ്റു PV ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ, മ്യൂനെ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂ എന്ന് പറയുന്നതിന് നമ്പർ ഓഫ് മോളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുന്ന സമയത്ത് എന്താണ് വരിക, PV ഈസ് ഈക്വൽ ടു എന്ത് വരും, N ഡിവൈഡഡ് ബൈ NA ഇൻറ്റു
ആർ ടി എന്നാണ് വരിക. ഓക്കെ, NA ഡിവൈഡഡ് ബൈ N ഇൻറ്റു ആർ ടി. അപ്പോൾ PV സികൾ എനിക്ക് എന്താ വരും, N ഇൻറ്റു R ഡിവൈഡഡ് ബൈ NA ഇൻറ്റു ടി എന്ന് എഴുതാൻ പറ്റും. ഈ R ബൈ NA ആണ് നമ്മൾ എന്താ പറയുക, ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് KB എന്ന് പറയാം. KB എന്ന് പറയുമ്പോൾ ഇവിടെ NA ഇല്ല, വെറും N ആണ്. N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ PV സികൾ ഇനി ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എന്ത് എഴുതാം, N ഇൻറ്റു KBT എന്ന് പറയുന്ന ഇക്വേഷനും എനിക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ കൈനറ്റിക് തിയറിയാണ്. കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്. കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്, എവറി ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് നോൺ ആസ് മോളിക്യൂൾസ്. ദ സൈസ് ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ ടു ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസ്. ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റാണ്. അടുത്ത എന്താണ്, ദ മോളിക്യൂൾസ് ഓഫ് എ ഗിവൺ ഗ്യാസ് ഏരിയ ഓൾ ഐഡന്റിക്കൽ ബട്ട് ആർ ഡിഫറെൻറ്റ് ദാൻ ദോസ് ഓഫ് അനദർ ഗ്യാസ്. ഒരു പ്രത്യേക ഗ്യാസിൻ്റെ എല്ലാ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എല്ലാ മോളിക്യൂളും എന്തായിരിക്കും ഐഡൻറ്റിക്കൽ ആയിരിക്കും. പക്ഷേ അതെന്ന് പറയുന്നത് മറ്റൊരു ഗ്യാസിൻ്റെ മോളിക്യൂളുമായിട്ട് എടുക്കുമ്പോൾ എന്തല്ല, അതിന് ഡിഫറൻസ് ഉണ്ട് താനും. ഒരേ ടൈപ്പ് ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്താണെന്ന് പറയുന്നത്, ഐഡൻറ്റിക്കൽ ആണെന്നാണ് പറയുന്നത്. പിന്നെയോ, ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഐഡൻറ്റിക്കൽ, സ്ഫെറിക്കൽ, റിജിഡ് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോയിന്റ് മാസ്. നമ്മളൊരു മോളിക്യൂളിന് എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂൾ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആണ് ഷേപ്പ്, അതൊരു റിജിഡ് സ്ട്രക്ചർ ആണ്, അതേപോലെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അവിടെ കൊളീഷൻ ഒക്കെ നടക്കുന്നതാണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടാണ് കൊളീഷൻസ് ഒക്കെ നടക്കുന്നത്. പിന്നെ അതിന് നമ്മളൊരു പോയിന്റ് മാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെയോ, നോ അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ബിറ്റ്വീൻ മോളിക്യൂൾസ്. മോളിക്യൂൾസുകൾ കൺസിഡർ ചെയ്യുന്നതിനാൽ മോളിക്യൂളുകൾക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കുക, 2 മാർക്കിന് ചോദിച്ചാണ്. റൈറ്റ് 4 പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഇതാണ് നമ്മളിവിടെ പറഞ്ഞ എവറി ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് നോൺ ആസ് മോളിക്യൂൾസ്. ദ സൈസ് ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ ടു ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. ദ മോളിക്യൂൾസ് ഓഫ് എ ഗിവൺ ഗ്യാസ് ഏരിയ ഓർ ഐഡന്റിക്കൽ ബട്ട് ആർ ഡിഫറെൻറ്റ് ദാൻ ദോസ് ഓഫ് അനദർ ഗ്യാസ് എന്നാണ് പറയുന്നത്. അടുത്ത എന്താണ്, ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഐഡന്റിക്കൽ, സ്ഫെറിക്കൽ, റിജിഡ് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോയിന്റ് മാസസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോ അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ്. മോളിക്യൂളുകൾ തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൽസീവ് ഫോഴ്സോ ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത എന്താണ്, അസംഷൻസ് ഓഫ് കൈനറ്റിക് തിയറി. നമ്മൾ അടുത്ത പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ അസംഷൻസ് ആണ് പറയുന്നത്. A given amount of a gas is a collection of large number of molecules that are in constant random motion in a straight line. Kinetic theory നമ്മൾ ഒരു സ്പെസിഫിക് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ആ ഗ്യാസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, a given amount of gas is a collection of large number of molecules. അതിൽ എന്തുണ്ടാവും, ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് റാൻഡം മോഷനാണ്. റാൻഡം മോഷനിലാണ് ആ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിന് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് താനും എന്ന് പറയുന്നുണ്ട്. പിന്നെയോ, ഡ്യൂറിങ് ദിയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് each other and also collide with the walls of the container. ഈ മോഷനിടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, മോളിക്യൂളുകൾ പരസ്പരം കൊളൈഡ് ചെയ്യുകയും ഈ പറഞ്ഞ മോളിക്യൂൾ എന്ന് പറയുന്നത് കണ്ടെയ്നറിൻ്റെ വാളുമായിട്ടും എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദീസ് കൊളീഷൻസ് ആർ ഇലാസ്റ്റിക്, സോ ദ കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെൻറ്റം ആർ കൺസർവ്ഡ്. ഈ പറയുന്ന വാളിലും മോളിക്യൂളുകൾ തമ്മിലുണ്ടാകുന്ന കൊളീഷൻ എന്ന് പറയുന്നതാണ് ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, കൺസർവ്ഡ് ആണ്. നമ്മൾ വർക്ക് എനർജിയിൽ പറഞ്ഞിട്ടുണ്ട്, കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൺസർവ്ഡ് ആയിരിക്കുമെന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ആക്ച്വൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് ആസ് കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. നമ്മൾ കണ്ടെയ്നറിൻ്റെ ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് തന്നെ നമ്മൾ കണ്ടെയ്നറിൻ്റെ സൈസ് കൺസിഡർ ചെയ്യുമ്പോൾ മോളിക്യൂളിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ നമ്മൾ എന്താണ്, ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിട്ടാണ് എടുക്കുക, ഈ പറയുന്ന കണ്ടെയ്നർ, ഏത് കണ്ടെയ്നറിലാണോ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ളത് ആ കണ്ടെയ്നറിൻ്റെ വോളിയമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഗ്യാസിൻ്റെ വോള്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെയോ, ദ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് വെരി ലോ. നമ്മൾ പറഞ്ഞു ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് തന്നെ അവിടെ എന്താണ്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുന്ന ഇന്റർ അറ്റോമിക് ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ആയിക്കോട്ടെ റിപ്പൽഷൻ ആയിട്ട് അതെന്താണ്, 0 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ് പറയുന്നത്. നമ്മൾ ഒരു എൽ ഡിസ്റ്റൻസ്, എൽ വിഡ്ത്തുള്ള ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുക. ആ ക്യൂബിനകത്ത് n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്തു, ഇവിടെ ഒരു മോളിക്യൂൾ ഞാൻ കൺസിഡർ ചെയ്തു. ആ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ടോട്ടൽ
നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ഒരു മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. മാസ് ഓഫ് സിംഗിൾ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് സിംഗിൾ മോളിക്യൂൾ എന്ന് പറയുന്നത് സ്മോൾ എം ആണ്. അപ്പോൾ ഈ പറയുന്ന മോളിക്യൂൾ ഇവിടെ ഒരു വെലോസിറ്റിയിൽ പോകുന്നു. ആ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? വി എക്സ് ഐ പ്ലസ് വി വൈ ജെ പ്ലസ് വി സെഡ് കെ ആണ്. അങ്ങനെ ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കിക്കേ, ഈ പറഞ്ഞ പ്ലെയിനിൽ ഇൻസൈഡ് ഇവിടെ കൊളൈഡ് ചെയ്യുന്നു. ഈ പറഞ്ഞ പ്ലെയിനിൽ കൊളൈഡ് ചെയ്യും. ഇത് ഏതാണ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? ZY പ്ലെയിൻ ആണ്. ZY പ്ലെയിൻ, അതായത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ പോയി കൊളൈഡ് ചെയ്യുന്നു. ആ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലെയിനിൽ കൊളൈഡ് ചെയ്യുന്നത് കഴിഞ്ഞാൽ അവിടെ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് അവിടെയൊക്കെ പോയ അതേ ആളെന്ത് ചെയ്യും? അതേപോലെ തിരിച്ചാണ് വരുന്നത്. തിരിച്ചു വരും. അവിടെ ഹിറ്റ് ചെയ്തതിനാൽ പോയ പാത്ത് തന്നെ റീട്രേസ് ചെയ്ത് വരും. പക്ഷെ അവിടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് ഏത് ഡിറക്ഷനിലാണ്? എക്സ് ഡിറക്ഷനാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. കാരണം ഇവിടെ കൊളൈഡ് ചെയ്തത് ZY പ്ലെയിനിലാണ്. ZY പ്ലെയിനിലാണ്. അപ്പോൾ വി ഇനീഷ്യൽ എന്ന് പറയാം. ഇത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ആഫ്റ്റർ കൊളീഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? വി ഫൈനൽ എന്ന് പറയുന്നത് എന്താണ് വരിക? ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഫൈനൽ ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? വി മൈനസ് വി എക്സ് ഐ പ്ലസ് വി വൈ ജെ പ്ലസ് വി സെഡ് കെ ആണ്. അതായത് ഇവിടെ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മാറിയിട്ടുള്ളത്. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ലൈവിൽ ഒരു 6-7 പേരുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? ബാക്കി നമ്മൾ ലൈവ് കാണുന്ന ആൾക്കാർ, നമ്മൾ +2 കുട്ടികൾ എന്ത് ചെയ്യുക? എല്ലാവരും തന്നെ ബാക്കിയുള്ള ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൻ്റെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിലേക്കും, അതേപോലെ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് എന്ത് ചെയ്യുക? മാക്സിമം ആൾക്കാരിലേക്ക് ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പറയുന്ന ലൈവ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ലൈവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാവരും തന്നെ ലൈവ് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കൊളീഷൻ സംഭവിച്ചു. ആ കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? മൊമെൻറ്റം ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ മൊമെൻറ്റം ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ΔP എന്ന് എടുക്കുക. ΔP എന്ന് പറഞ്ഞാൽ ഇതൊരു മൊമെൻറ്റം ഫൈനൽ മൈനസ് മൊമെൻറ്റം ഇനീഷ്യലാണ്. മൊമെൻറ്റം ഫൈനൽ P ഫൈനൽ മൈനസ് P ഇനീഷ്യലാണ് വരുന്നത്. അപ്പോൾ P ഫൈനൽ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. Y ആക്സിസിലെയും Z ആക്സിസിലെയും മൊമെൻറ്റം ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ എത്രയാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് വരിക? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൈനസ് എം വി എക്സ് മൈനസ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? MVX ആണ്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ -2mVX ആണ്. ഇത് ഈ പറഞ്ഞ മോളിക്യൂളിനുണ്ടായ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് -2mVX ആണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദ വാൾ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് തേർഡിലോ അല്ലെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം വെച്ച് മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദ വോൾ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദ വോൾ എന്ന് പറയുന്നത് എത്രയാണ്? P ഈസ് ഈക്വൽ ടു 2mVx എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ZY പ്ലെയിനിൽ ഇമ്പാർട്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കൊളീഷൻ നടക്കാൻ എടുക്കുന്ന ടൈം, അതായത് 2 കൊളീഷൻ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, ആ ഒരു ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും അതേ മോളിക്യൂൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾ ΔT എന്ന് പറയാം. ΔT എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടേ, അതായത് ഈ പറയുന്ന വോളിൽ നിന്നും ഈ പറയുന്ന വോളിൽ വന്ന് ഹിറ്റ് ചെയ്ത് പിന്നെയും അതേ വോളിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അവിടെ ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2L ആണ്. അതായത് നമുക്കറിയാം ടൈം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ അത് വരും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ Vx. ഇത്രയും ടൈം കൊണ്ടാണ് ഒരു കൊളീഷൻ കഴിഞ്ഞ അടുത്ത കൊളീഷനുള്ള ടൈം ഇൻ്റർവെൽ ΔT എന്ന് പറയുന്നത് 2L ഡിവൈഡഡ് ബൈ Vx ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരുന്നത്? 2mVx ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? മൊമെൻറ്റം. അതായത് ഇവിടെ മൊമെൻറ്റം ബൈ ടൈം ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ചേഞ്ച് ഇൻ ടൈമാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 2mVx
ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് 2L ഡിവൈഡഡ് ബൈ വി എക്സ് മുകളിൽ എന്ത് ചെയ്യും വി എക്സ് സ്ക്വയർ ആവും 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയാണ് വരിക എം വി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ആണ്. ഇത് ഒരു മോളിക്യൂള് ഈ പറഞ്ഞ വോള് ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ്. ഇതേപോലെ എത്ര മോളിക്യൂൾസ് ഉണ്ട് n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര എഴുതാം ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് എഫ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എം വി എക്സ് സ്ക്വയർ ബൈ എൽ ആണ്. എം വി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ പി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഈ സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വരിക, ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് വരിക എൽ സ്ക്വയർ ആണ്. നമ്മളെ ലൈവിൽ ആൾക്കാരെ എണ്ണം ഇവിടെ ലൈവിൽ ആൾക്കാരുടെ എണ്ണം കൂടി വന്നിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് പറയുന്ന ലൈവിനെ ഷെയർ ചെയ്ത് വിടുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നേക്ക് ഇപ്പോൾ 10 പേര് നമ്മളെ ലൈവിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ലൈവ് കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടെ ആൾക്കാരെ കിട്ടണം. എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പുതുതായി വന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എൻ എം വി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. ഏരിയ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും, എൽ ക്യൂബ് എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത്, അപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും, എൻ എം വി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, വോള്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പിന്നെയും നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇവിടെ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പറയുന്ന സ്പീഡ് എന്ന് പറയുന്നത് വി എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് വരും, നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത് പല ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആർ എം എസ് വാല്യൂ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് വി സ്ക്വയർ ഈസ് ഈക്വൽ എന്താണ് വരിക, വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി സെഡ് സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ മോളിക്യൂൾ എന്ന് പറയുന്നത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ, ഈ പറയുന്ന സിമെട്രിക് ആയിട്ടാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വി വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സെഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ എം എസ് വാല്യൂ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്തെടുക്കാം, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു വി എക്സ് സ്ക്വയർ എന്ന് എടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ വി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/3 വി സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ വി എക്സ് സ്ക്വയർ നമ്മൾ എന്ത് കൊടുക്കുക, 1/3 വി സ്ക്വയർ എന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ പി ഈസ് ഈക്വൽ എനിക്ക് എന്ത് കിട്ടും, എൻ 1/3 ഇൻറ്റു എൻ എം വി ആർ എം എസ് വാല്യൂസ് ഓഫ് വെലോസിറ്റി സ്ക്വയർ ഡിവൈഡഡ് ബൈ വോള്യം എന്ന് പറയുന്നതാണ് ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, എൻ എന്ന് പറയുന്നു. നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ വോള്യത്തിനെയാണ്. ഒരു മീറ്റർ ക്യൂബ് വോള്യത്തിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്പർ ഡെൻസിറ്റി എന്ന് അറിയാം. നമ്പർ ഡെൻസിറ്റി അങ്ങനെയാണെങ്കിൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ് വരിക, പി ഈസ് ഈക്വൽ ടു 1/3 എൻ എം വി സ്ക്വയർ എന്ന് പറയുന്നതാണ് അവിടെ പ്രഷർ എന്ന് പറയുന്നത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷർ പറഞ്ഞു. പ്രഷറിന് 2 ഇക്വേഷൻ പറഞ്ഞു. പ്രഷർ എന്ന് പറയുന്നത്
ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു 1/3 NmV² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യമാണ്. അതേപോലെ നമ്പർ ഡെൻസിറ്റിൻ്റെ ടേമിലാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു 1/3 NmV² എന്ന് പറയുന്നത് വി RMS വാല്യൂ ആണ്, RMS വാല്യൂ ഓഫ് വെലോസിറ്റി ആണ് അവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3 മാർക്കിന് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചുള്ള ബേസ്ഡ് ഓൺ ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഐഡിയൽ ഗ്യാസ് എന്നാണ് പറയുന്നത്. ആ ഡെറിവേഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു ക്യൂബ് L സൈഡ് ലെങ്ത് ഉള്ള ഒരു ക്യൂബിനെ കൺസിഡർ ചെയ്യുക. അതിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതേപോലെ ഒരു മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ m ആണെന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ മോളിക്യൂളിന് ഉണ്ടാകുന്ന വെലോസിറ്റി V is equal to എന്താണ് വരിക, Vxi + Vyj + Vz എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ VZK, അതായത് ഈ പറഞ്ഞ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇത് ZY പ്ലെയിനിൽ ഹിറ്റ് ചെയ്യുന്നു, അതായത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ ഹിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊളീഷൻ എന്ന് പറയുന്നത് ഹിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അതായത് എക്സ് ഡയറക്ഷനിൽ പോയി ZY പ്ലെയിനിൽ ഹിറ്റ് ചെയ്തു, അതേ പാത്ത് റീട്രേസ് ചെയ്ത് വരും. അതേ പാത്ത് റീട്രേസ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഈ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വി ഫൈനൽ വെലോസിറ്റി, അതായത് ഇടിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, -Vxi. അതായത് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റിക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ചേഞ്ച് വന്നിട്ടുള്ളൂ. Vyj + Vzk, അതായത് -Vxi + Vyj + Vzk എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ഹിറ്റ് ചെയ്തതിനു ശേഷം തിരിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ മൊമെൻറ്റം ചേഞ്ച്, അവിടെ ഹിറ്റ് ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ടാവും, ഒരു മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നതാണ് പി ഫൈനൽ - പി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു -Mvx - Mvx ആണ്. മൈനസ് ഓഫ് Mvx - Mvx എന്നാണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു -2Mvx എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം ഇമ്പാർട്ട് എടുത്ത വാൾ എന്ന് പറയുന്നത് എത്രയാണ് മൊമെൻറ്റം ചെയ്യുന്നത്, അത് എന്ത് ചെയ്യും, ആ വാളിൽ ഇമ്പാർട്ട് ചെയ്യും. അപ്പോൾ ആ മൊമെൻറ്റം ഇമ്പാർട്ട് എടുത്ത വാൾ എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു 2Mvx ആണ്. അപ്പോൾ നമുക്കറിയാം അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് അതായത് ഒരു കൊളീഷൻ നടന്നു. അടുത്ത കൊളീഷൻ നടക്കുമ്പോഴാണല്ലോ ആ മോളിക്യൂൾ പിന്നെയും ആ വാളിൽ മൊമെൻറ്റം ഇമ്പാർട്ട് ചെയ്യുന്നത്. അതായത് സക്സസീവ് 2 ഈ മൊമെൻറ്റം ഇമ്പാർഷൻ ഇടയിൽ ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത് ΔT ആണ്. ആ ΔT എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മോളിക്യൂൾ ഈ വാളിൽ വന്ന് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വാളിൽ വന്ന് ഇടിച്ചു, അതായത് അവിടെ L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. പിന്നെ ഇത് തിരിച്ച് എന്ത് ചെയ്യണം, ഇതേ പോയിന്റിലേക്ക് എത്തണം. അപ്പോൾ എന്ത് ചെയ്തു, പ്ലസ് ഒരു L ഡിസ്റ്റൻസ് കൂടെ ട്രാവൽ ചെയ്തു. അത് ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടായ വെലോസിറ്റി എന്ന് പറയുന്നത് Vx ആണ്. അത്രയും ടൈമാണ് ΔT എന്ന് പറയുന്നത്. ആ ΔT ടൈമിനിടയിലാണ് മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇമ്പാർട്ട് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് വരിക, ΔP ഡിവൈഡഡ് ബൈ ΔT, വിച്ച് ഈസ് ഈക്വൽ ടു 2Mvx² ഡിവൈഡഡ് ബൈ 2L ആണ്. 2 ക്യാൻസൽ ചെയ്തതിനാൽ Mvx² ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്നതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിൻ്റെ കേസാണ്. അവിടെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, F ഈസ് ഈക്വൽ ടു Nmvx² ഡിവൈഡഡ് ബൈ L എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രഷർ എക്സേർട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ എക്സേർട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ആ ഫോഴ്സ് ബൈ ഏരിയ കൊടുക്കുന്ന സമയത്ത് Nmvx² ഡിവൈഡ് ബൈ L ഓൾ ഡിവൈഡഡ് ബൈ L². ഈ പറയുന്ന സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് L² ആണ്. ആ L² നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, Nmvx ഡിവൈഡഡ് ബൈ L³ എന്ന് വരും. L³ എന്ന് പറഞ്ഞാൽ ഈ വോളിയം ഓഫ് കണ്ടെയ്നർ അല്ലേ, വോളിയം ഓഫ് കണ്ടെയ്നർ ആണ്. അതിന് ഞാൻ V എന്ന് വിളിച്ചു, വോളിയം ഓഫ് കണ്ടെയ്നറിനെ V എന്ന് ഞാൻ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് Nmvx² ഡിവൈഡ് ബൈ വോളിയമാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറയുന്ന വോള്യത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് പല റാൻഡം വോള്യം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റാൻഡം വെലോസിറ്റി ഉണ്ട്. ഓരോ പാർട്ടിക്കിളിനും ഓരോ വെലോസിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് വെലോസിറ്റി നമ്മൾ എടുക്കുന്നത് RMS വാല്യൂ ഓഫ് വെലോസിറ്റി ആണ് എടുക്കുന്നത്. RMS വാല്യൂ ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V⁻² ഈസ് ഈക്വൽ ടു Vx⁻², എക്സ് ഡയറക്ഷനിലുള്ള RMS വാല്യൂ വെലോസിറ്റിൻ്റെ സ്ക്വയർ പ്ലസ് Y ഡയറക്ഷനിലുള്ള RMS വെലോസിറ്റി പ്ലസ് Z ഡയറക്ഷനിലുള്ള RMS വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇവിടെ സിമെട്രിക് ആണ്. ഏതൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൂവ് ചെയ്യാം. അപ്പോൾ ഏത് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന RMS വാല്യൂ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് RMS വാല്യൂ ഇൻ എക്സ് ഈസ് ഈക്വൽ ടു RMS വാല്യൂ ഇൻ Y ഈസ് ഈക്വൽ ടു RMS വാല്യൂ ഇൻ Z ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, ടോട്ടൽ RMS വെലോസിറ്റി ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് 3 ടൈംസ് RMS വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ RMS വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 1/3 ഓഫ് RMS വെലോസിറ്റി ഓഫ് മോളിക്യൂൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 Nmv² ഡിവൈഡ് ബൈ വോളിയം എന്നാണ് വരുന്നത്. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ വോളിയത്തിനെയാണ് നമ്പർ ഡെൻസിറ്റി സ്മോൾ n എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ n/vക്ക് പകരം സ്മോൾ n കൊടുത്തു. സ്മോൾ n കൊടുത്തപ്പോൾ P = 1/3 Nmv² എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ പ്രഷറും കിട്ടിയത്. അതായത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ
3 മാർക്കാണ് കിട്ടുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചറാണ്. അതായത് നമ്മൾ പറഞ്ഞു പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 ക്യാപിറ്റൽ N വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞു. നമുക്കറിയാം പി വി എന്ന് പറഞ്ഞാൽ വിനെ ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പി വി ഈസ് ഈക്വൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? പി വി ഈസ് ഈക്വൽ ടു 1/3 NM വി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് കൈനറ്റിക് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് എന്തറിയാം? പി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ ഗ്യാസ് നമ്മൾ 1 മോളാണ് എടുക്കുന്നതെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു എന്താണ് വരിക? RT ആണ് വരിക, അല്ലെങ്കിൽ RT ആണ് വരുന്നത്. RT എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരിക? അവിടെ പി വി ഈസ് ഈക്വൽ ടു RT എന്നാണ് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? N ഇൻറ്റു KBT എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന 2 ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ 2 ഇക്വേഷനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NKBT ഈസ് ഈക്വൽ ടു 1/3 NM വി ബാർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇവിടെ N നമ്മൾ ക്യാൻസൽ ചെയ്തു. നമ്മളിവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? KBT ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 1/2 MV സ്ക്വയർ എന്നാണ് വരിക. ഈ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? KBT ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു കൈനറ്റിക് എനർജി എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 KBT എന്ന് പറയുന്നതാണ് അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കൈനറ്റിക് എനർജി കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന റിലേഷൻ എന്ന് പറയും. ഇതും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ ഡെറിവേഷനും 2 മാർക്കും ചോദിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയാൻ വന്നത് മാക്സ്വെൽസ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നതാണ്. അതായത് മാക്സ്വെൽസ് ലോ ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ്. അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് KT എന്ന് പറയുന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർ 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ് എനർജി റിലേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഹാഫ് KT ആണ്. അതേപോലെ N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് F ആണ്. അതെന്താണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. F/2 KT, അതാണ് F ടൈംസ് ഹാഫ് KBT എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിക്ക് നമുക്കൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ സിംഗിൾ മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പഠിച്ചു? ഹാഫ് എം വി സ്ക്വയർ ആണല്ലോ. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് എം വി എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം വി വൈ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സെഡ് സ്ക്വയർ ആണ്. അതായത് എക്സ് ഡയറക്ഷനുള്ള കൈനറ്റിക് എനർജി പ്ലസ് വൈ ഡയറക്ഷനുള്ള കൈനറ്റിക് എനർജി പ്ലസ് സെഡ് ഡയറക്ഷനുള്ള കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നമുക്കറിയാം സിമെട്രി കാരണം വി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വി വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സെഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹാഫ് എം വി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സെഡ് സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കൈനറ്റിക് എനർജി ഒക്കെ എന്താണ്? ഈക്വൽ ആയിട്ടാണ് ഏത് ഡയറക്ഷൻ എടുത്താലും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു
3/2 mvx² എന്ന് പറയുന്നതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനിലുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണെന്ന് പഠിച്ചു. അതായത് 3/2 mvx² ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു 3/2 kBT ആണ്. അങ്ങനെയാണെങ്കിൽ 3/2 അല്ലെങ്കിൽ 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 3/2 ക്യാൻസൽ ചെയ്യേണ്ട, 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഹാഫ് mvx² ഈസ് ഈക്വൽ ടു ഹാഫ് kBT എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക, ഇവിടെ പറഞ്ഞ ഈ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്താണ് പറയുന്നത്? ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T ഈസ് ഹാഫ് kBT. അതായത് ഏത് ഡിറക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഡിറക്ഷൻ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി ഇൻ എക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് kBT ആണെന്നാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. ഓക്കെ, നോക്കിയേ, പ്രൂവ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. നമ്മൾ പറഞ്ഞു പ്രഷർ എന്ന് പറയുന്നത് 1/3 nmv² ആണ്. ഇവിടെ v എന്ന് പറയുന്നത് എന്താണ്? വോളിയമാണ്. ഇവിടെ മുകളിലുള്ള v എന്ന് പറയുന്നത് RMS വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ വോളിയത്തെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ PV ഈസ് ഈക്വൽ ടു 1/3 nmv² എന്ന് കിട്ടും. നമുക്കറിയാം PV ഈസ് ഈക്വൽ ടു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ RT ഉണ്ടെങ്കിൽ n × kBT എന്ന് പറയുന്ന റിലേഷൻ നമുക്കറിയാം. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ടേം പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? n × kBT എന്ന് പറയുന്ന ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. n × kBT ഈസ് ഈക്വൽ ടു 1/3 nmv² എന്നാണ് കിട്ടുന്നത്. അവിടെ n ക്യാൻസൽ ചെയ്തത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ kBT ഈസ് ഈക്വൽ ടു എന്ത് ചെയ്തു? ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് 2/3 × 1/2 mv² എന്നാണ് വരിക. അപ്പോൾ kBT ഈസ് ഈക്വൽ ടു 2/3 ke എന്നാണ് വരുന്നത്. അപ്പോൾ 2/3 ke എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT എന്നാണ് വരുന്നത്. അത് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ്. അതാണ് ഇവിടെ 3 മാർക്കിന് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ മോളിക്യൂൾ ഓർ ആൻ ആറ്റം ക്യാൻ എക്സിബിറ്റ് മോഷൻ ഓർ ഹാവ് എനർജി ഈസ് കോൾഡ് ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് പറയുന്നത്. അതായത് ഏതൊക്കെ ഡിറക്ഷനിലാണ് ഒരു പാർട്ടിക്കിളിന് മോഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിറക്ഷനിലാണ് അതിന് കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് ഏതൊക്കെ ഇതിൽ നമ്മളൊരു മോളിക്യൂളിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് പറയണമെങ്കിൽ നമുക്ക് എത്ര കോർഡിനേറ്റ്സ് വേണോ അതിനെയും നമ്മൾ എന്ത് പറയുന്നു? ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതൊക്കെയാണെന്ന്? ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് ട്രാൻസ്ലേഷൻ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ? ദർ ആർ മാക്സിമം 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കറസ്പോണ്ടിങ് ടു ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷൻ ഉണ്ടാവാം, വൈ ഡയറക്ഷൻ ഉണ്ടാവാം, സെഡ് ഡയറക്ഷൻ ഉണ്ടാവാം. അതുകൊണ്ട് 3 ട്രാൻസ്ലേഷണൽ മോഷൻ ആണുള്ളത്. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അത് അടുത്തത് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ ദിസ് കേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ ആണ്. മോളിക്യൂളിന് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുന്നത്. അടുത്ത വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചാണ് ഇറ്റ് എക്സിബിറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറുള്ള മോളിക്യൂളാണ് നോർമലി എന്ത് ചെയ്യുന്നത്? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഓരോ ടൈപ്പ് മോളിക്യൂളിൻ്റെ ആണ്. മോണോ അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അതിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമാണുള്ളത്. അതിന് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് എത്രയാണ് വരിക? 3 ആണ് വരിക. അടുത്തത് ഡയാറ്റോമിക് ആണ്. അതായത് 2 ആറ്റങ്ങളുള്ള മോളിക്യൂളാണ്. അതായത് ലീനിയർ മോളിക്യൂൾ എന്ന് പറയും. ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ 3 x, y, z ഡയറക്ഷൻ ഉണ്ട്. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതേപോലെ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. അടുത്ത് ട്രയാറ്റോമിക് ലീനിയർ ആണ്. അത് 3 CO2 എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ അവിടെ, ഒരു ഓക്സിജൻ അവിടെ. ഇത് ലീനിയർ ആണ് സ്ട്രക്ചർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് 3 ട്രാൻസ്ലേഷനിലും 2 റൊട്ടേഷനിലും ആണതുകൊണ്ട് ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. അടുത്ത് ട്രയാറ്റോമിക് 3 ട്രയാറ്റോമിക് നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള സ്ട്രക്ചർ H2O എന്ന് പറയുന്നത്. H2O ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്,
ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് എന്തല്ല, ലീനിയർ മോളിക്യൂൾ അല്ല. അപ്പോൾ അതിന് എന്തുണ്ടാവും, 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും, 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് പോളി അറ്റോമിക് അല്ലെങ്കിൽ ട്രയാറ്റോമിക്കിൻ്റെ കേസിൽ എത്രയാണ് വരുന്നത്, 6 ആണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഇൻ ടേംസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സ്പെസിഫിക് ഹീറ്റ് ഇൻ ടേംസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്താണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ ഒരു ബോഡിയിലേക്ക് ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സിനകത്ത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുക, ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ എന്താണ് വരിക, ഈ എൻ സി വി അല്ലെങ്കിൽ മ്യൂ സി വി ഡെൽറ്റ ടി എന്നാണ്. മ്യൂ സി വി ഡെൽറ്റ ടി ആണ്. അപ്പോൾ നമ്മൾ സി വി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, ഡി യു ഇസ് ഈക്വൾ ടു നമ്മൾ 1 മോളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സി വി ഇൻറ്റു ഡി ടി എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ സി വി ഇസ് ഈക്വൾ ടു മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം സി വി ഇസ് ഈക്വൾ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് ഇൻ ടേംസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്നത്. ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയസ് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുള്ളത്. നമ്മൾ മോണോ ആറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അവിടെ ഒരു ടേബിൾ പറയുന്നത്, ഈ ടേബിൾ നമ്മൾ മൊത്തം കാര്യം പറയും. അതിനുശേഷം നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യനകത്ത് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോണോ ആറ്റോമിക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഒരു മോളിക്യൂളിൻ്റെ എനർജി എന്ന് പറയുന്നത് എത്രയാണ് വരിക, 3/2 kBT ആണ്. അതായത് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണല്ലോ. അതുകൊണ്ട് ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ½ kBT ആണ്. അപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതുകൊണ്ട് 3/2 kBT എന്ന് പറയുന്നതാണ് ആ മോണോ ആറ്റോമിക് മോളിക്യൂളിന് ഉണ്ടാകുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതേപോലെ എനർജി ഓഫ് 1 മോൾ എന്ന് പറയുന്നത് എന്താണ് വരിക, 3/2 RT ആണ്. KB എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, RT എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സി വി എന്ന് പറയുന്നത് 3/2 R ആയിരിക്കും. അതായത് ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ DU ഡിവൈഡഡ് ബൈ DT എന്ന് കഴിഞ്ഞാൽ നമുക്ക് 3/2 R എന്നാണ് കിട്ടുന്നത്. അതേപോലെ സി പി കണ്ടുപിടിക്കും. നമുക്കറിയാം സി പി മൈനസ് സി വി എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ സി പി ഇസ് ഈക്വൽ ടു എന്ത് വരും, സി വി പ്ലസ് R ആണ് വരിക. അതായത് 3/2 R പ്ലസ് R വരും. അതെന്ന് പറയുന്നത് എന്താണ്, 5/2 R എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗാമ ഉണ്ട്. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഡിവൈഡഡ് ബൈ സി വിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാമ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, സി പി ബൈ സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ അടുത്ത് ഡയാറ്റോമിക് റിജിഡ് മോളിക്യൂൾ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നതാണ് 3 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനിലുമാണ്. അപ്പോൾ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആണ് ഉണ്ടാകുന്നത്. 5 ആകുന്ന സമയത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു മോളിക്യൂൾ ആണെങ്കിൽ അത് പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ½ kBT ആണ്. അപ്പോൾ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു മോളിക്യൂൾ പൊസസ് ചെയ്യുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 5 × ½ kBT വിച്ച് ഈസ് ഈക്വൽ ടു 5/2 kBT ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ് ഉണ്ടാകുക, 5/2 RT ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സി വി എന്ന് പറഞ്ഞാൽ DU/DT എന്ന് പറഞ്ഞാൽ T ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 5/2 R എന്നാണ് വരുന്നത്. അപ്പോൾ സി പി എന്ന് പറയുന്നത് 5/2 R പ്ലസ് R വിച്ച് ഈസ് ഈക്വൽ ടു 7/2 R എന്നാണ് വരുന്നത്. അപ്പോൾ സി പി ബൈ സി വി എന്ന് പറഞ്ഞാൽ 7/2 R ഡിവൈഡഡ് ബൈ 5/2 R 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 7/5 എന്ന് പറയുന്നതാണ് അവിടെ ഗാമ വരുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1.4 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഡയാറ്റോമിക് നോൺ റിജിഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, 3 ട്രാൻസ്ലേഷൻ ഉണ്ടാവും, 2 റൊട്ടേഷൻ ഉണ്ടാവും, 1 വൈബ്രേഷൻ ഉണ്ടാവും. ഒരു വൈബ്രേഷൻ മോഷൻ എന്ന് പറയുന്നത് അവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ ഇതൊരു 3 + 2 എന്ന് പറയുന്നത് 5 + 2 എന്ന് പറഞ്ഞാൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാകുന്നത്. 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ½ kBT ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ വരും 7 × ½ kBT 7/2 kBT ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇൻറ്റേർണൽ എനർജിയോ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ 7/2 RT ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സി വി എന്ന് പറഞ്ഞാൽ എന്താണ്, DU/DT ആണ്. അവിടെ ടി എന്ന് പറഞ്ഞ ടേം ക്യാൻസൽ ആവും. ടി എന്ന് പറഞ്ഞ ടേം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 7/2 R എന്ന് പറയുന്നതാണ് അവിടെ എന്തുണ്ടാകുക, സി വി ഉണ്ടാകുക. സി പി എന്ന് പറയുന്നത് എന്ത് വരും, സി വി പ്ലസ് R 7/2 R പ്ലസ് R എന്ന് പറഞ്ഞാൽ 9/2 R എന്നാണ് വരുന്നത്. അവിടെ ഉണ്ടാകുന്ന ഗാമ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 7/2 which is equal to 9/7 which is equal to 1.2
29 എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ബാക്കി പോളി അറ്റോമിക് റിജിഡും പോളി അറ്റോമിക് നോൺ റിജിഡും നമുക്ക് അത്ര ആവശ്യമുള്ള കേസല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാക്കി കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ, ബൈ യൂസിങ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഡിറൈവ് ദ വാല്യൂ ഓഫ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ്. ഒരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസിലുള്ള ടോട്ടൽ എനർജിയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഗാമയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബൈ യൂസിങ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഡിറൈവ് ദ വാല്യൂ ഓഫ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3 ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ അത് പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? എനർജി എന്ന് പറഞ്ഞാൽ 3 × ½ kBT ആണ്. 3 × ½ kBT ആണ് വരുന്നത്. അപ്പോൾ എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു 3/2 kBT ആണ്. ഇത് ഒരു മോളിൻ്റെ തന്നെ എടുക്കുന്നത് അത് നമുക്കറിയാം എന്താണ്? പി വി ഈസ് ഈക്വൽ ടു എൻ kBT ആണ്. എൻ എന്ന് പറയുന്നത് ഒരു മോളാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ kBT ഈസ് ഈക്വൽ ടു എന്താണ്? RTക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ RT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 RT എന്നാണ് വരുന്നത്. നമുക്കറിയാം എന്താണ് ഇവിടെ സി വി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. സി വി എന്ന് പറഞ്ഞാൽ എന്താണ്? du/dt ആണ്. du/dt ചെയ്യുന്ന സമയത്ത് d/dt ഓഫ് 3/2 RT എന്നാണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു 3/2 R ഇൻറ്റു dt/dt ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? അവിടെ സി വി എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 3/2 R ആണ്. നമ്മൾ മേയേഴ്സ് റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്തറിയാം? സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ ആണ്. സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ ആണ്. അപ്പോൾ സി വിയുടെ വാല്യൂ നമുക്ക് കിട്ടി. സി വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന്? 3/2 R ആണ്. അങ്ങനെയാണെങ്കിൽ സി പി ഈസ് ഈക്വൽ എന്ത് ചെയ്യും? 3/2 R പ്ലസ് ആർ ആണ്. 3/2 R പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ സി പി ഈസ് ഈക്വൽ ടു 3/2 R പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 3R പ്ലസ് 2R ഓൾ ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 5R ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് സി പി. നമുക്കറിയാം ഗാമ എന്ന് പറയുന്നത് എന്താണ്? ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി ആണ്. സി പി ബൈ സി വി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? 5R ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ എന്ത് വരുന്നുണ്ട്? 3R ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. 3R ഡിവൈഡ് ബൈ 2 ക്യാൻസൽ ചെയ്തു. R ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും 5/3 എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. 5/3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഗാമ ഈസ് ഈക്വൽ ടു 1.67 ആണ് കിട്ടുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 3 മാർക്കാണ് ഇവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യുക. അടുത്ത് നോക്കി, അക്കോർഡിംഗ് ടു ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ always in random motion. State the law of equipartition of energy. Equipartition of energy എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്? ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ½ kBT ആയിരിക്കും എന്നാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? ഗിവ് ആൻ ഇക്വേഷൻ ഫോർ ദ മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ? ദ മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ മേ ബി ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. ഈ പറഞ്ഞ ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ 2 ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. ഇത് കൊളീഷൻ നടക്കുന്നതിനിടയിൽ ഈ പറഞ്ഞ മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ മീൻ ഫ്രീ പാത്ത് ഈസ് ഈക്വൽ ടു 1/√2 π/n(d²) എന്ന് പറയുന്നതാണ് മീൻ ഫ്രീ പാത്ത്. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് മോളിക്യൂളാണ്. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നതാണ് ഇവിടെ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് മോളിക്യൂളാണ്. ഓക്കെ, ഇതാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഓസിലേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാണ്? 1 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്. കാരണം നമുക്ക് ഒന്ന് വെള്ളം കുടിച്ച് വന്നിട്ട് അടുത്ത സെക്ഷൻ ഓസിലേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, നമ്മൾ ഇനി ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓസിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓസിലേഷൻസിനകത്തുനിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓസിലേഷൻസ് എന്ന് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആണ് നമ്മൾ അറിയേണ്ടത് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. അതായത് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഒരു മോഷൻ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്തരം മോഷനെയാണ് നമ്മൾ എന്ത് പറയുക, പീരിയോഡിക് മോഷൻ എന്ന് പറയുക. ദ കോൺസ്റ്റന്റ് ഇൻ്റർവെൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് the constant interval of time after which the motion is repeated is called time period. ആ പറയുന്ന മോഷൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം പീരീഡ് എന്ന് പറയുക. ടൈം പീരീഡ് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസ്? മോഷൻ ഓഫ് എ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ. നമുക്കറിയാം ഇവിടെ സണ്ണ് നിൽക്കുന്നു, നമ്മൾ എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ആണ് അല്ലേ. ഞാൻ ഈ പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എർത്തിനെ കൺസിഡർ ചെയ്തു. കറക്റ്റ് 1 ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പി എന്ന് പറഞ്ഞ പോയിന്റ് തന്നെ എർത്ത് എത്തൂലേ. അതേപോലെ തന്നെ പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞാലും എന്ത് ചെയ്യും, അതേ പോയിന്റ് പിയിൽ തന്നെ എത്തുക. അതായത് ഓരോ ഇയർ കഴിയുമ്പോഴും, ഓരോ 365.1.25 ഡേയ്സ് കഴിയുമ്പോഴും ഈ പറഞ്ഞ എർത്ത് എന്ന് പറയുന്നത് റൊട്ടേഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോഷൻ ഓഫ് പ്ലാനറ്റ് അറൗണ്ട് ദ സൺ എന്ന് പറയുന്നത് എന്താണ്, പീരിയോഡിക് മോഷൻ ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് വാൾ ക്ലോക്ക്. നമ്മൾ ക്ലോക്കിൻ്റെ പെൻഡുലം എന്ന് പറയുന്നത് എന്താണ്, ഒരു പീരിയോഡിക് മോഷൻ ആണുള്ളത്. ഓക്കെ, അടുത്ത ഓസിലേറ്ററി മോഷൻ ആണ്. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് എന്താണ്, ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മീൻ പൊസിഷൻ ഈസ് കോൾഡ് ഓസിലേഷൻ ഓർ വൈബ്രേഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്ത് പറയുക, മുമ്പോട്ടും പുറകോട്ടും ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഓസിലേറ്ററി മോഷൻ എന്ന് പറയുക. ഓസിലേഷൻ എന്ന് പറയുന്നത് വൈബ്രേഷൻ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരുപാട് നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിലുള്ളത് വളരെ കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, വൈബ്രേഷൻസ് എന്ന് പറയുക. അപ്പോൾ വൈബ്രേഷൻ എക്സാമ്പിൾ എന്താണ്, വൈബ്രേഷൻ ഓഫ് ആൻ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ്. പിന്നെയോ ഓസിലേഷൻ ഓഫ് ദ മാസ് സസ്പെൻഡഡ് ഫ്രം സ്പ്രിങ്ങിന് മുകളിൽ ഒരു മാസ് കണക്ട് ചെയ്ത് ആ മാസ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു പ്രത്യേക പൊസിഷൻ വെച്ചിട്ട് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് ഉണ്ടാകുക. ആ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ മോഷൻ ഓഫ് എ സ്പ്രിങ് എന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷൻ ഒരു എക്സാമ്പിൾ ആണ്. അടുത്ത നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് പറയുന്നത്. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇഫ് ഇറ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അബൌട്ട് എ മീൻ പൊസിഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് which is directly proportional to its displacement from the mean position and is always directed towards the mean position. അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്, പക്ഷെ അവിടെ 2 കണ്ടീഷൻ വേറെ പറയുന്നുണ്ട്. അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഈ മൂവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഉണ്ടാവും ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുക. അതായത് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും മീൻ പൊസിഷൻ, ഇതിന് ഞാൻ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് 0 ആകുന്ന പോയിന്റിനെയാണ് മീൻ പൊസിഷൻ എന്ന് പറയുക. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി, അത് തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണ്ടേ. അങ്ങോട്ട് പോകുമ്പോഴും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, തിരിച്ചു വരണമെങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെ ഈ പോയിന്റ് എടുത്തി അത് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, അതിനെ തിരിച്ച് ഈ പറഞ്ഞ പോയിന്റിലേക്ക് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിയണമെങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ആ ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് മീൻ പൊസിഷൻ, അതായത് ഇവിടെ ഈ പറഞ്ഞ നടുക്കുള്ള പോയിന്റിനെയാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയുക. ആ മീൻ പൊസിഷനിലേക്ക് എപ്പോഴും ഒരു ഫോഴ്സ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഫോഴ്സ് ഈസ് ഓൾവേസ് ആക്ടിങ് ടുവേർഡ്സ് മീൻ പൊസിഷൻ ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x എന്ന് പറയുന്ന കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എല്ലാ ഓസിലേറ്ററി മോഷൻസും സിമ്പിൾ ഹാർമോണിക് മോഷനാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എഫ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു -x ആണെന്ന് പറഞ്ഞു അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു ഞാൻ എഴുതി -kx എന്ന് എഴുതി. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് എന്താണ്, ma ആണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പോൾ ഈ 2 ഫോഴ്സും ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ma ഈസ് ഈക്വൽ ടു -kx എന്ന് കിട്ടി. ആക്സലറേഷൻ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി v എന്ന് പറഞ്ഞാൽ എന്താണ്, dx ഡിവൈഡഡ് ബൈ dt ആണ്. അതേപോലെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുന്നത് d2x ഡിവൈഡഡ് ബൈ dt². ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ m ഇൻറ്റു d2x ഡിവൈഡഡ് ബൈ dt², ഈ -kx ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ +kx ഈക്വൽ ടു 0 എന്നാണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ എമ്മിനെ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ d2x ഡിവൈഡഡ് ബൈ dt² പ്ലസ് k/m(x) ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ഓസിലേറ്ററി മോഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അവിടെ k/m എന്ന് പറയുന്ന ടേമിന് പകരം വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. അതായത് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ബൈ എം ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓവർ കെ ബൈ എം ആണ്. ഇതെന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ഒന്നെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്ന് വരാം, അല്ലെങ്കിലോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5, അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ്. കോസിലെയോ സൈനിലെയോ ഒരു ഫംഗ്ഷനാണ് വരിക. ഇവിടെ എ എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. അതേപോലെ ഒമേഗ എന്ന് പറയുന്നത് ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന വേരിയേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആണ്. ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേമിനെയാണ് എന്ത് പറയുക? എപ്പോക്ക് എന്നാണ് പറയുക. അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ അകത്തുണ്ടാകുന്നത് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ പറഞ്ഞ ബ്രാക്കറ്റിനകത്തുണ്ടാകുന്നത്. ഓക്കെ, ഈ 5 എന്ന് പറഞ്ഞാൽ എപ്പോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനീഷ്യൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? 5 എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് നമ്മൾ പറയുന്നു സൈൻ ഒമേഗ ടി എന്നത്, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറയാം. അവിടെ 5 എന്ന് പറയുന്നത് 0 ആണ്. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ഉള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? ആ പറയുന്ന ഓസിലേഷൻ്റെ SHMൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. മാക്സിമം ഡിസ്റ്റൻസ് ആണ്. മാക്സിമം ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിനെന്ത് പറയും? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 2π ഡിവൈഡഡ് ബൈ ടി ആണ്. അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 2π ഡിവൈഡഡ് ബൈ ഒമേഗ, അല്ലെങ്കിൽ 1/t എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണല്ലോ എങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? 2π ഇൻറ്റു എഫ്. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ചിലപ്പം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻ SHM ആണ് അടുത്ത് പറയാൻ പോകുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണല്ലോ. വെലോസിറ്റി വി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതാണ് എന്ത് വരിക? വെലോസിറ്റി വരിക, വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഡി ബൈ ഡി ടി ഓഫ് എന്ത് വരും? എ സൈൻ ഒമേഗ ടി ആണ് വരുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ആൾ കോൺസ്റ്റൻ്റ് ആണ്. എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എന്താണ് വരിക? സൈൻ ഒമേഗ ടി ആണ്. ഡിഫറൻഷ്യൽ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? കോസ് തീറ്റയാണ് വരുന്നത്. ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ് വരിക? കോസ് തീറ്റയാണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്ത് വരും? വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എന്താണ് വരിക? എ ഇൻറ്റു സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ് വരിക? കോസ് ഒമേഗ ടി ആണ്. പക്ഷേ ഇവിടെ ബ്രാക്കറ്റിനകത്ത് ടി മാത്രമാണ്, ടിയുടെ കൂടെ ഒരു ഒമേഗ ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള അകത്തുള്ള ആളുടെ ഡിഫറൻഷ്യലൂടെ നമ്മൾ എടുത്തതുണ്ട് ഇൻറ്റു ഒമേഗ എന്ന് വരും. അപ്പോൾ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ടൈം എന്ന് പറയുന്നത്. സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. ഇനി വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വേണ്ടതുണ്ട്. അപ്പോൾ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? എ ഒമേഗ കോസ് ഒമേഗ ടി ആണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ് അല്ലേ? നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 1 ആണ് വരിക. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റന് എനിക്ക് എന്താകാം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ?
ഈ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കോസ് ഒമേഗ ടിക്ക് പകരം നമ്മൾ ഇത് കൊടുക്കും √1 - സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കൊടുക്കും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എ ഒമേഗ ഇൻറ്റു √1 - സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ എനെ പറഞ്ഞ റൂട്ടിനകത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, എ സ്ക്വയർ ആയി മാറും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും, ഒമേഗ ഇൻറ്റു √(a²- a² സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. ഇതിനെ ഞാൻ ഒന്നുകൂടെ മാറ്റി എഴുതി കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √(a² എന്ത് വരും, എ സൈൻ ഒമേഗ ടി ഓൾ സ്ക്വയർ എന്നാണ് വരുന്നത്. എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ആരാണ്, എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എനിക്ക് എഴുതാം ഒമേഗ ഇൻറ്റു √(a² - x² എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, x = 0 ആകുന്ന കണ്ടീഷനാണ്. x = 0 കൊടുത്തു കഴിഞ്ഞാൽ v = നമുക്ക് എന്ത് കിട്ടും, ഒമേഗ ഇൻറ്റു √(a² - 0 ആണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √(a² വരും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് dv/dt എന്ന് പറയുന്നതാണ് ആക്സലറേഷൻ. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, a ഒമേഗ ആക്സലറേഷൻ a ഈസ് ഈക്വൽ ടു d/dt ഓഫ് a ഒമേഗ² സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. ഇതിന് ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിരുന്നു, ഒമേഗ² - ഒമേഗ² ഇൻറ്റു എ സൈൻ ഒമേഗ ടി എന്ന് എഴുതി. ഈ എ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. എ ഒമേഗ ടി എന്ന് പറയുന്ന ആളാരാണ്, അയാളാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടും, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു -ഒമേഗ² x എന്നാണ് വരിക. ആക്സലറേഷൻ ഇൻ ടേംസ് എന്ന് പറയുന്നത്, ആക്സലറേഷൻ ഇൻ ടേംസ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ് വരിക, -a ഒമേഗ² സൈൻ ഒമേഗ ടി. ആക്സലറേഷൻ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് -ഒമേഗ² x ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ആക്സലറേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ആക്സലറേഷൻ അറ്റ് മീൻ പൊസിഷനിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ x = 0 x = 0 ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ് വരിക, 0 ആണ് വരിക. അതേപോലെ ആക്സലറേഷൻ അറ്റ് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ x = a വരുന്ന സാഹചര്യത്തിൽ, x = a ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആകുന്ന സമയത്ത് അപ്പോൾ ഉണ്ടാകുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ് വരിക, -ഒമേഗ² ഇൻറ്റു a എന്നാണ് വരിക. അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ആക്സലറേഷൻ എന്ന് പറയുന്നത് വരും ഒമേഗ² എന്നാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ SHMൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു എന്താവണമെന്നായിരുന്നു പറഞ്ഞത്, എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം, അതിൻ്റെ ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഈസ് പ്രപ്പോർഷണൽ ടു -x എന്ന് വരേണ്ടിയിരുന്നു. നമ്മളിവിടെ ഫോഴ്സ് കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് വരിക, ഈ പറഞ്ഞ റിലേഷൻ ഒന്നും ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, MA ആണ് വരിക അല്ലേ, MA എന്ന് പറയുന്നതാണ് ഫോഴ്സ്. അപ്പോൾ എന്തുവിടും, M ഇൻറ്റു ഒമേഗ² x -m ഒമേഗ² x എന്ന് പറയുന്നതാണ് SHMൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് F ഈസ് പ്രപ്പോർഷണൽ ടു -x ആണ്. അതായത് SHMൻ്റെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട്. അതായത് ഫോഴ്സ് ഇൻ SHM എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു -m ഒമേഗ² x എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഗ്രാഫുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ് ഇത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് x = a സൈൻ ഒമേഗ ടി എന്നത് സൈൻ ഫംഗ്ഷനാണ്. സമയം 0 ആകുന്ന സമയത്ത് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആംഗിൾ സമയം എന്ന് പറയുന്നത് t/2 ആകുന്ന സമയത്ത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, x/2 എന്ന് പറയുന്ന സമയത്ത് അത് സമയത്തിനനുസരിച്ചുള്ള വാരിയേഷൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു സൈൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് x = x ആണ്. മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നുകിൽ നെഗറ്റീവ് എക്സ്ട്രീം പൊസിഷൻ അല്ലെങ്കിൽ റൈറ്റ് എക്സ്ട്രീം പൊസിഷനാണ്. അത് +or- a എന്ന് പറയുന്നതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഒരു കോസ് ഫംഗ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കോസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, +or- (a) എന്ന് പറയുന്നതാണ് മാക്സിമം വാല്യൂ ഓഫ് വെലോസിറ്റി വരുന്നത്. എവിടെയാണ്, മീൻ പൊസിഷനിലാണ് വരുന്നത്. അപ്പം വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വരും -m ഒമേഗ² സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതാണ് വരും. അവിടെ മാസ് കൊണ്ട് ആക്സലറേഷൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വരും -m ഒമേഗ² x ആണ്. മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് വരിക, +or- (m ഒമേഗ² a) ആണ്. അതായത് എക്സ്ട്രീം പൊസിഷനിലാണ് മാക്സിമം വാല്യൂ ഓഫ്
ഫോഴ്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൈനറ്റിക് എനർജിയാണ് പറയുന്നത്. കൈനറ്റിക് എനർജി ഇൻ NEETEXAM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ എന്താണ്, ഒരു ½ mv² ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, a cos ωt എന്ന് പറയുന്നതാണ് ആര്, വെലോസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് v ഈസ് ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട് ഒമേഗ ഇൻറ്റു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി എഴുതണ്ടേ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m ഇൻറ്റു v² പകരം എന്ത് എഴുതാം, മീൻ പൊസിഷനിലാണ് ഉണ്ടാവുക, വിച്ച് ഈസ് ഈക്വൽ ടു ½ m² ഇൻറ്റു a² എന്ന് പറയുന്നതാണ്. അപ്പോൾ കൈനറ്റിക് എനർജി മിനിമം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി അറ്റ് എക്സ്ട്രീം പൊസിഷൻ, കൈനറ്റിക് എനർജി അറ്റ് എക്സ്ട്രീം പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു a ആവുമ്പോൾ, ആംപ്ലിറ്റ്യൂഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m² ഇൻറ്റു a² മൈനസ് a² വരും. a² മൈനസ് a² എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും, 0. കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ഉണ്ടാവുന്നത് മീൻ പൊസിഷനിലും കൈനറ്റിക് എനർജിയുടെ മിനിമം വാല്യൂ ഉണ്ടാകുന്നത് എവിടെയാണ്, കൈനറ്റിക് എനർജിയുടെ മിനിമം വാല്യൂ ഉണ്ടാകുന്നത് ഈ എക്സ്ട്രീം പൊസിഷനിലുമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ½ kx² എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും, ½ ഇൻറ്റു k ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ് വരിക, എക്സ് എന്ന് പറയുന്നത് എന്താണ് വരിക, a സൈൻ ωt ആണ്, a സൈൻ ωt ആണ്. x ഈസ് ഈക്വൽ ടു a സൈൻ ωt ആണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ½ kx² ആണ്. k എന്നാൽ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, ഒമേഗ ഈസ് ഈക്വൽ ടു √k/m ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ω² ഈസ് ഈക്വൽ ടു k/m എന്ന് കിട്ടും. k ഈസ് ഈക്വൽ ടു mω² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ kക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്, mω² എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mω² ഇൻറ്റു എക്സ് ആണ്. ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ½ mω²x ആണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ടൈം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ½ mω²x. അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്, ഒരു m ഇൻറ്റു ω² ഇൻറ്റു a² sin² ωt എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം എന്ന് പറയുന്നത് എത്രയാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി അറ്റ് മീൻ പൊസിഷൻ നോക്കാം. മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 0 ആണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ തരും ½ mω² ഇൻറ്റു എക്സിന് പകരം ആരാണ്ടാകുക, 0² ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ് വരിക, 0 ആണ് വരുന്നത്. അടുത്തത് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എക്സ്ട്രീം പൊസിഷൻ, പൊട്ടൻഷ്യൽ എനർജി അറ്റ് എക്സ്ട്രീം പൊസിഷൻ, എക്സ്ട്രീം പൊസിഷനിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി അറ്റ് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, x ഈസ് ഈക്വൽ ടു a ആവുന്ന സമയത്ത്. അപ്പോൾ എത്രയാണ് ഉണ്ടാകുക, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ½ mω² ഇൻറ്റു a² എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്ന് പറയുന്നത് ½ mω² ഇൻറ്റു a². അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പം കൈനറ്റിക് എനർജിയുടെ ടേം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്താ ഉണ്ടാകുക, സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ്, ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ½ mω² ഇൻറ്റു a² മൈനസ് x² ആണ്. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്, ½ mω² ഇൻറ്റു x² ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ½ mω² a². ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ½ mω² ഇൻറ്റു x² പ്ലസ് ½ ഇൻറ്റു mω². അതേപോലെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എത്രയാണ് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിക്ക് ഈക്വൽ ആണ്. ½ mω² ഇൻറ്റു x² ആണ്. അത് എപ്പോഴാണ് വരുന്നത്, അറ്റ് എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന മീൻ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, കൈനറ്റിക് എനർജിയാണ് മാക്സിമം എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ആയിരിക്കും. എക്സ്ട്രീം പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് മാക്സിമം വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ ടോട്ടൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ഇതിൻ്റെ ഗ്രാഫാണ് പറയാൻ പോകുന്നത്. ഇവിടെ
എക്സ്ട്രീം പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ടോട്ടൽ എനർജിക്ക് ഈക്വലാണ്, മാക്സിമം വാല്യൂ ഉണ്ടാകുന്നത്. മീൻ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ മീനിങ് ഓഫ് SHM ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് എലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, then the straight line motion of the foot of the perpendicular drawn from the particle on the diameter of the സർക്കിൾ ഈസ് കോൾഡ് SHM. നമ്മൾ ഒരു യൂണിഫോം സർക്കുലാർ മോഷൻ കൺസിഡർ ചെയ്യാം. ആ സർക്കുലാർ മോഷൻ്റെ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗയാണ്. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് t=0 ആകുന്ന സമയത്ത് ഇവിടെ x ആക്സിസിലുള്ള ഒരു പോയിന്റ്, നമ്മൾ ഇവിടെ പറയുന്ന എക്സും y ആക്സിസും വരച്ചു. ഈ പോയിന്റിൽ നിന്നുമാണ് ഈ പറയുന്ന പാർട്ടിക്കിളിൻ്റെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിൽക്കുക. നമ്മൾ സ്മോൾ ടൈം ഇൻ്റർവെൽ t കൺസിഡർ ചെയ്യുക. സ്മോൾ ടൈം ഇൻ്റർവെൽ t കൺസിഡർ ചെയ്യുമ്പോൾ ആ സ്മോൾ ടൈം ഇൻ്റർവെൽ കൊണ്ട് ഈ പറഞ്ഞ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? P' എന്ന് പറയുന്ന പോയിന്റിലെത്തി. P' അല്ലെങ്കിൽ P എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. P എന്ന് പറഞ്ഞ പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ഈ റേഡിയസ് വെക്ടർ എടുത്തു. റേഡിയസ് വെക്ടർ സപ്പോസ് ഈ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് A ആണെന്ന് വെക്കാം. മാക്സിമം ഡിസ്റ്റൻസ്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് A ആണ്. റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് T ടൈം കൊണ്ട് ഇത് ട്രാവൽ ചെയ്ത ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് വരിക? തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ആണ് ഇവിടെ സബ്സ്റ്റൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ്? ഈ പറഞ്ഞ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിനെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കമ്പോണൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ ഉണ്ടാകുന്നത് എന്താണ്? എക്സ് ആക്സിസിൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ പറയുന്നതിനെ തീറ്റ, എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഈ പറഞ്ഞ എയുടെ കോസ് കമ്പോണൻ്റ് ആണ്, എ കോസ് തീറ്റയാണ് ഉണ്ടാകുക. വൈ ആക്സിസിൽ എന്താ ഉണ്ടാകുക? എ സൈൻ തീറ്റ ഉണ്ടാകുക. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി അല്ലേ? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എ കോസ് ഒമേഗ ടി എന്ന് പറയും. എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്? SHM-ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ്. അതേപോലെ വൈ ഈസ് ഈക്വൽ എന്ത് എഴുതാൻ പറ്റും? എ സൈൻ ഒമേഗ ടി എന്ന് പറയാൻ പറ്റും. ഈ വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്? SHM-ൻ്റെ ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യൂണിഫോം സർക്കുലാർ മോഷനിലുള്ള ഏതൊരു പാർട്ടിക്കിളിൻ്റെയും പ്രൊജക്ഷൻ എബൌട്ട് എ ഡയമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഡയമീറ്ററിന് അലോങ് എന്തായിരിക്കും? ഈ പറഞ്ഞ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് SHM-ലാണ് എന്ന് നമുക്കിവിടെ വ്യക്തമായി പറയാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ സിമ്പിൾ പെൻഡുലം പറയുന്നത്. എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ? ഇഫ് എ ഹെവി പോയിന്റ് മാസ് ഈസ് സസ്പെൻഡഡ് ബൈ എ വെയ്റ്റ്ലെസ് inextensible and perfectly flexible string from a rigid support, then this arrangement is called a simple pendulum. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് സപ്പോർട്ടിൽ നിന്നും മാസ് ഒന്നും കൺസിഡർ ചെയ്യാത്ത ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ നമ്മളൊരു ഹെവി മാസിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ പെൻഡുലം എന്ന് പറയുക. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് M ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്നുള്ളത് നമുക്കിത് പ്രൂഫ് ചോദിക്കാറുണ്ട്, ഇവിടെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഞാനൊരു സിമ്പിൾ പെൻഡുലം എടുത്തു, അതിന് കുറച്ചൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ O എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഞാൻ ഇങ്ങനെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ O എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഓസിലേഷൻ്റെ ടൈം പീരീഡ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ ഈ പറഞ്ഞ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺവേർഡ് ഡിറക്ഷനിൽ mg ഉണ്ട്. നമ്മൾ ഒരു സ്മോൾ ആംഗിൾ തീറ്റയാണ് ഈ പറഞ്ഞ മാസിനെ നമ്മൾ ഈ ടിൽറ്റ് ചെയ്തതെങ്കിൽ സ്മോൾ ആംഗിൾ തീറ്റയാണ് നമ്മൾ ടിൽറ്റ് ചെയ്യുന്നത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻറ്റ് ചെയ്യുന്ന ഈ സ്ട്രിങ്ങിന് എലോങ് ഈ വെയ്റ്റിൻ്റെ കമ്പണൻറ്റും തമ്മിലുണ്ടാക്കുന്ന സ്ട്രിങ്ങിൻ്റെ ഡിറക്ഷനും ഈ വെയ്റ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വെയ്റ്റിന് ഞാൻ രണ്ട് കമ്പോണൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ വെയ്റ്റ് ഈ സ്ട്രിങ്ങിന് എലോങ് ടെൻഷൻ എലോങ് എന്തുണ്ടാവും? mg കോസ് തീറ്റ ഉണ്ടാവും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാവും? mg സൈൻ തീറ്റ ഉണ്ടാവും. അപ്പോൾ mg സൈൻ തീറ്റ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറും mg കോസ് തീറ്റ എന്ന് പറയുന്നത് എലോങ് ദ സ്ട്രിങ് ആണ്. അപ്പോൾ ഇവിടെ ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? mg കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, mg സൈൻ തീറ്റ എന്ന് പറയുന്നത് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡിയാണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡിയാണ്. ഇറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ O ആണ്. O എന്ന് പറയുന്ന മീൻ പൊസിഷനിലേക്കാണ് ഈ പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ F ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും? F നെറ്റ് ഈസ് ഈക്വൽ ടു -mg സൈൻ തീറ്റ എന്നാണ് വരിക. ഫോഴ്സ് എന്ന് പറയുന്നത് -mg സൈൻ തീറ്റ ആണ്. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ F ഈസ് ഈക്വൽ എനിക്ക് എന്ത് എഴുതാം? -mg
തീറ്റ എന്ന് പറയുന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ബോഡി എന്ത് ചെയ്യുന്നത്, O എന്ന് പറയുന്ന മീൻ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റൻ എനിക്ക് എന്ത് ചെയ്യണം, ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എഴുതുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് വരിക, ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ് അല്ലേ. ഇവിടെ ആർക്ക് എന്ന് പറയുന്നത് എന്താണ് വരിക, തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും, ആർക്ക് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇവിടെ ഉണ്ടായ മീൻ പൊസിഷനിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് ഡിവൈഡഡ് ബൈ എൽ ആണ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ഓക്കെ, അതായത് എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്നത് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് അല്ലേ. അതായത് ഈ ബോഡി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഇത് SHM ലാണ് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ SHM ലാണെങ്കിൽ നമുക്ക് എന്തറിയാം, SHM ഉണ്ടാകുന്ന ഫോഴ്സ്, SHM ഉണ്ടാകുന്ന ഒരു ബോഡി മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നതാണ് മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് എന്ന് പറയുന്നതാണ് SHM ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോഴ്സുകളും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് എം ജി എക്സ് ഡിവൈഡഡ് ബൈ എൽ ഈസ് ഈക്വൽ ടു മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. എക്സ് ക്യാൻസൽ ചെയ്തു, എം ക്യാൻസൽ ചെയ്തു, മൈനസ് ക്യാൻസൽ ചെയ്തു. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടി. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടി. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓവർ ജി ബൈ എൽ എന്ന് കിട്ടി. നമുക്കറിയാം ടൈം പീരീഡും ആംഗുലാർ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ടി ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ റൂട്ട് ജി ബൈ എൽ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ടി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 2π റൂട്ട് ഓവർ എൽ ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാവുന്ന ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെറിവേഷൻ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂമറിക്കൽ പ്രോബ്ലം വാല്യൂസ് തന്നുകൊണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത ഒരു സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ പെൻഡുലം ഹൂസ് ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ ഈസ് 2 സെക്കൻഡ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ഉള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡ്സ് പെൻഡുലം. അതായത് ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. നമ്മൾ ടൈം പീരീഡിന് ഇക്വേഷൻ കണ്ടിട്ടുണ്ട്, ടി ഈസ് ഈക്വൽ ടു എന്താണ്, 2π റൂട്ട് ഓവർ എൽ ഡിവൈഡഡ് ബൈ ജി ആണ് അല്ലേ. ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 4π സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതിക്കൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ടി എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 4 ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി ആണ് കിട്ടുക. 4 ക്യാൻസൽ ചെയ്തു. പൈ സ്ക്വയർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ജി ആണ്. അപ്പോൾ പൈ സ്ക്വയറും ജിയും ക്യാൻസൽ ചെയ്തതിനാൽ എൽ ഈക്വൽ ടു 1 എന്ന് കിട്ടും. എൽ ഈക്വൽ ടു 1 മീറ്റർ. അതായത് ലെങ്ത് 1 മീറ്റർ ഉള്ള സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 സെക്കൻഡ് ആയിരിക്കും. ആ പെൻഡുലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡ് പെൻഡുലം എന്ന് പറയുക. സെക്കൻഡ് പെൻഡുലം വളരെ കൂടുതലായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മൾ സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ മറ്റേ എൻഡ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുക, സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം. അതിന് നമ്മളൊരു ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചു. ഈ പറഞ്ഞ മാസിനെ നമ്മൾ സ്ലൈറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് നോക്കുക. ചെയ്തതിനാൽ ഇതിൻ്റെ മുകളിൽ, സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. എങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് എക്സ് ആണെങ്കിൽ ഇവിടെ സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് കെ എക്സ് ആണ് ഉണ്ടാകുക. ഓക്കെ, അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ മീൻ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറയുന്നത് എന്ത് ചെയ്യും, സ്പ്രിംഗ് എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെൻ എ സ്പ്രിംഗ് ഈസ് ഗിവൺ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ സ്ട്രെച്ചിങ് ഓർ കംപ്രസിങ് ഇറ്റ്, then restoring elastic force is developed in it because it obeys Hooke's law എന്നാണ്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന സ്പ്രിങ്ങിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ഇലാസ്റ്റിക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ആണ്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു -x. അപ്പോൾ കെ എന്ന് പറയുന്നത് ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ്. സ്പ്രിംഗ് ഈസ് അസ്യൂംഡ് ടു ബി മാസ്ലെസ്. നമ്മളിവിടെ സ്പ്രിങ്ങിൻ്റെ മാസ് കൺസിഡർ ചെയ്യുന്നത് സ്പ്രിംഗ് എന്ന് പറയുന്നത് മാസ്ലെസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ റീസ്റ്റോറിംഗ് ഇലാസ്റ്റിക് ഫോഴ്സ് സ്പ്രിംഗ് ഈസ് അസ്യൂം സെയിം എവരിവർ. അതായത് സ്പ്രിങ്ങിൽ എല്ലാ സ്ഥലത്തും എന്താണ് -kx എന്ന് പറയുന്ന ഫോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, SHM ലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ബോഡിയെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാകില്ല. ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, -kx ആണ്. നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡിൽ വെച്ച് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് വരിക, SHM ഉണ്ടാകുന്ന = 2π / T ആണ്.
അങ്ങനെയെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗയാണ് വരിക. അപ്പോൾ ഒമേഗൻ്റെ വാല്യൂ നമുക്കറിയാം √/k/m ആണ്. T is equal to 2π √/k/m. A and B is 10 cm. ഇവിടെ ഇതാണ് രണ്ട് എക്സ്ട്രീം പൊസിഷൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ബിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ടേക്ക് ദ ഡിറക്ഷൻ ഫ്രം എ ടു ബി ആസ് ദ പോസിറ്റീവ്. റീഡ്രോ ദ ഗിവൺ ടേബിൾ ആൻഡ് ഗിവ് ദ സൈൻസ് ഓഫ് വെലോസിറ്റി, ആക്സലറേഷൻ ആൻഡ് ഫോഴ്സ്. അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അറ്റ് ദ എൻഡ് ബി എന്ന് പറയുന്ന എൻഡിലെത്തുമ്പോൾ ഞാൻ ആ സ്ട്രിങ്ങിനെ അങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് മാസ്, ഇതാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റും ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് എക്സ്ട്രീം പോയിന്റുമാണ്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ്? അറ്റ് ദ എൻഡ് ബി എന്ന് പറഞ്ഞ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ്റെ വാല്യൂ എത്രയാണ് ചോദിച്ചുള്ളത്? എയുടെയും ബിയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, എയുടെയും ബിയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 2a ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 10/2 എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ് അവിടെ വരുന്ന എ. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ് വരിക? ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ് വരിക? അറ്റ് പോയിന്റ് ബി എന്ന് പറയുന്നത് അവിടെ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ±ω+/−ω². റൈറ്റ് എക്സ്ട്രീം എൻഡ് ആയതുകൊണ്ട് അവിടെ എന്ത് വരും? -ω². ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു -ω² x ആണ് വരുന്നത് അല്ലേ? ഇവിടെ x എന്ന് പറയുന്നത് എന്ത് വരും? 5 ആണ് വരിക അല്ലേ? പിന്നെ ഇവിടെ ഒമേഗ തന്നിട്ടുണ്ടോ? ഒമേഗ തന്നിട്ടില്ല. അപ്പോൾ അവിടെ റൈറ്റ് എക്സ്ട്രീം എൻഡ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു -ω² 5 ആണ് വരിക, വിച്ച് ഈസ് -5ω² എന്ന് പറയുന്നതാണ് ഇവിടെ. -5ω² എന്ന് പറയുന്നതാണ് ഇവിടെ ഈ റൈറ്റ് എൻഡിൽ ഉണ്ടാവുന്ന ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സോ -5mω² എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് മിഡ് പോയിന്റ് ഓഫ് എ ബി, അതായത് മീൻ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആക്സലറേഷൻ 0 ആണ്, ഫോഴ്സും 0 ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു v ഈസ് ഈക്വൽ ടു ω ഇൻറ്റു √a², വിച്ച് ഈസ് ഈക്വൽ ടു ω ഇൻറ്റു a ആണ് വരുന്നത്. a എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 5ω എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്. അറ്റ് 2 സെൻറ്റിമീറ്റർ അവേ ഫ്രം ബി ഗോയിങ് ടുവേർഡ്സ് എ, അതായത് അറ്റ് 2 സെൻറ്റിമീറ്റർ അവേ ഫ്രം ബി ടു ഗോയിങ് ടുവേർഡ്സ് എയിലേക്ക് പോകുന്ന വഴി, എയിലേക്ക് പോകുന്ന വഴി, എയിലേക്ക് പോകുന്ന വഴി ബിയിൽ നിന്നും എയിലേക്ക് പോകുമ്പോൾ 2 സെൻറ്റിമീറ്റർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അവിടെ എന്താണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചുള്ളത്. ഇവിടെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഈ പറഞ്ഞ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ബിയിൽ നിന്നും എയിലേക്കാണ് പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഉണ്ടാവുക? നെഗറ്റീവ് ഡിറക്ഷൻ തന്നെയാണ് ഉണ്ടാവുക. അതേപോലെ ഫോഴ്സ് എന്ന് പറയുന്നതോ ഫോഴ്സും നെഗറ്റീവ് ഡിറക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സയൻസ് ആയിരുന്നു ചോദിച്ചുള്ളത്. ഇവിടെ എന്താണ്? ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നെഗറ്റീവ് തന്നെയാണ്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് വരിക? പോസിറ്റീവ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ആർ സിമ്പിൾ ഹാർമോണിക് ആൻഡ് ഹെൻസ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. 4 മാർക്കിനാണ് കേട്ടോ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം വിച്ച് ടിക് സെക്കൻഡ്, അതായത് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത്തുമാണ് ചോദിച്ചത്. 5 മാർക്കാണ് മൊത്തത്തിൽ. 5 മാർക്കാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഫിഗർ വരയ്ക്കാൻ. എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ? ഒരു ലെങ്ത്ത്. ഈ എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ? ഇഫ് എ ഹെവി പോയിന്റ് മാസ് ഈസ് സസ്പെൻഡഡ് ബൈ എ വെയ്റ്റ്ലെസ് ഇൻഎക്സ്റ്റെൻസിബിൾ ആൻഡ് പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ സ്ട്രിങ് ഫ്രം എ റിജിഡ് സപ്പോർട്ട് ദെൻ ദിസ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്താണെന്ന് പറയാം? ഈ ഫിഗർ വരയ്ക്കുക. ഇവിടെ ഒരു സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഒക്കെ നോക്കുക. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L മാർക്ക് ചെയ്യുക. ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് mg മാർക്ക് ചെയ്യുക. mg നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ലെങ്ത്തിൽ ഈ ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ T മാർക്ക് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ വെയിറ്റിനെ 2 കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് എലോങ് സ്ട്രിങ്ങും ഒന്ന് അതിന് പെർപെൻഡിക്കുലറും. അപ്പോൾ എലോങ് സ്ട്രിങ്ങിനുണ്ടാകുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ mg cos θ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ് വരിക? mg sin θ ആണ് വരിക.
ഇവിടെ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനും എം ജി കോസ് തീറ്റയും മീൻ പൊസിഷൻ നമുക്കിവിടെ മനസ്സിലായി. അതായത് ഈ പറഞ്ഞ ബോഡി, ഈ പറഞ്ഞ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് എന്താണ്, SHM-ലാണ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ SHM-ന്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാണ് F = -m⍵²x. ഈ പറഞ്ഞ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ -mgx / L = -m⍵²x. m മൈനസ് x രണ്ട് സൈഡും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ω² g/L എന്ന് കിട്ടും. ω √g/L എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് t = 2π/ω ആണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ t = 2π / √g/L which is equal to t = 2π √L/g എന്ന് കിട്ടും. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 4 മാർക്കാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ഉള്ള പെൻഡുലം തന്നെയാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ ടൈം പീരീഡ് = 2π √L/g. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ t² = 4π² /L/g കിട്ടും. ടിക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 4 = 4π² L/g. അപ്പോൾ 4 ക്യാൻസൽ ആയി, π² ജിയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ L = 1 എന്ന് കിട്ടി. ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കിട്ടും 1 മാർക്ക്. മൊത്തത്തിൽ 5 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സെക്കൻഡ് പെൻഡുലം? സെക്കൻഡ് പെൻഡുലത്തിന് ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 1 മാർക്കിനാണ്. എത്രയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്? 2 സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് ടൈം പീരീഡ് ഉള്ള ഒരു പെൻഡുലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കില്ലേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആക്സലറേഷൻ എ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻവോൾവ്സ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ? SHM-ലാണ് നമുക്കറിയാം ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x ആയിരിക്കും. അതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു -x ആണെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു -x ആയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ പ്രൊപ്പോർഷണൽ ടു -x എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. A = -10x എന്ന് പറയുന്നതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് x = a cos ω t. Obtain the expression for velocity and acceleration of the object and hence prove that acceleration is directly proportional to displacement എന്നാണ്. ഇത് 4 മാർക്കിനാണ് കേട്ടോ ഈ ചോദ്യം. ഫസ്റ്റ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് dx / dt ആണ്. x = a cos ω t ആണ്. അപ്പോൾ കോസിൻ്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ d/d⁻θ ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ ആണ്. ആ ഒരു റിസൾട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. v = എന്ത് കിട്ടി, d/dt ഓഫ് a cos ω t വിച്ച് ഈസ് ഇക്വൽ a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. v = a പുറത്തെടുത്തു. d/dt ഓഫ് കോസ് ω t കോസിൻ്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ ആണ് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടുന്നു, v = -a × ഒമേഗ ഇൻറ്റു എന്ത് വരുന്നു, a ഇൻറ്റു എന്ത് കിട്ടുന്നു, കോസ് ω t വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ ω t. ഈ ω t ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഒരു ഒമേഗയും പുറത്തുണ്ടാവും. ആ ഒമേഗനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് വെലോസിറ്റി v = -a ω സൈൻ ω t എന്ന് പറയുന്നതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്, ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ആക്സലറേഷൻ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സലറേഷൻ = dv/dt ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു d/dt ഓഫ് -a ω സൈൻ ω t ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ -a ω എന്ന് പറയുന്ന ആളാരാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആക്സലറേഷൻ = -a ω ഇൻറ്റു d/dt ഓഫ് സൈൻ ω t എന്നാണ് വരിക. അപ്പോൾ എന്ത് ചെയ്യണം, സൈൻ ω t ഡിഫറൻഷ്യൽ എടുക്കണം. d/d⁻θ ഓഫ് സൈൻ തീറ്റ എന്ന് എന്താണ്, കോസ് തീറ്റ ആണ് വരുന്നത്. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ = -a × ഒമേഗ ഇൻറ്റു d/d⁻θ ഓഫ് സൈൻ തീറ്റ d/dt ഓഫ് സൈൻ ω t എന്ന് പറഞ്ഞാൽ കോസ് ω t ആണ് വരിക. ഇൻറ്റു എന്ത് വരുന്നു, ഒരു ഒമേഗ വരും. ആക്സലറേഷൻ = -a cos ω t എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു a -ω² ഇൻറ്റു a cos ω t എന്നാണ് വരിക. a cos ω t ആരാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. a = -ω² ഇൻറ്റു x എന്ന് വരും. ആക്സലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു -x അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും, ma. f = ma -mω²x എന്ന് വരും.
ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു മൈനസ് എക്സ്. അതായത് എന്ത് ചെയ്തു, ഇവിടെ SHMൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ കണ്ടെത്തി. ഇവിടെ എത്ര മാർക്കാണ്? 4 മാർക്കാണ് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ആർ എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചുള്ളത്. ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എന്നാണ് ചോദിച്ചുള്ളത്. അടുത്തത് എന്താണ്? വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്താണ്? SHM ആണ്. ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് എന്താണ്? SHM ആണ്. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ? അല്ല. റൊട്ടേഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ് ആക്സിസ് എന്ന് പറയുന്ന ഇതാണോ? അല്ല. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസ് എന്താണ്? ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം. ഇവിടെ എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല. അപ്പോൾ ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിങ്ങും ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലവുമാണ് എന്ത് പറയുന്നത്? ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. The displacement in simple harmonic motion can be represented as x of t is equal to a cos omega t plus phi, where phi is the phase constant. Identify and define a and omega in this equation. ഇവിടെ a എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതാണ് a എന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ്. നമ്മളൊരു ഓസിലേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നും ഈ 5 ഈക്വൽ ടു 0 നമ്മൾക്ക് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് 0 ആണ് നോക്കുക. അങ്ങനെയാണെങ്കിൽ ടൈം 0 ആണെങ്കിൽ എന്ത് വരും? കോസ് 0 വരും. കോസ് 0യുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഓസിലേഷൻ എന്താണ്? ഈ എക്സ്ട്രീം പോയിന്റിൽ നിന്നുമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയും. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π ഡിവൈഡ്. മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ ഹാർമോണിക്? എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. 2π ടി എർത്ത് എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓവർ L/G എന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂണിൻ്റെ സർഫസിലുള്ള T3 എന്ന് പറയുന്നത് വരും 2π റൂട്ട് ഓവർ L ഡിവൈഡഡ് ബൈ G മൂൺ. ഇവിടെ G എർത്താണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടൈം പീരീഡ് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക കേട്ടോ. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ TE സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു L ഡിവൈഡഡ് ബൈ GE എന്ന് കിട്ടും. ഇതിനെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ T3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു L ഡിവൈഡഡ് ബൈ G3 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എന്താണ് കണ്ടുപിടിക്കാൻ വെച്ചുള്ളത്? ടൈം പീരീഡ് അറ്റ് മൂൺ സർഫസ് അല്ലേ ചോദിച്ചുള്ളത്? ടൈം പീരീഡ് അറ്റ് മൂൺ സർഫസ് ആണ് നമ്മളോട് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യാം. അതായത് T3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി എർത്ത് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 4π സ്ക്വയർ ഇൻറ്റു അല്ലെങ്കിൽ 4π സ്ക്വയർ L ഡിവൈഡഡ് ബൈ G മൂൺ ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ ഇൻറ്റു L ഡിവൈഡഡ് ബൈ G എർത്ത് എന്ന് വരും. ഇവിടെ 4π സ്ക്വയർ L ക്യാൻസൽ ചെയ്ത്. അപ്പോൾ T3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി എർത്ത് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് വരിക? G എർത്ത് ഡിവൈഡഡ് ബൈ G. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. GE എന്ന് പറയുന്നത് എത്രയാണ്? 9.8 ഡിവൈഡഡ് ബൈ 1.7 ഇൻറ്റു ടൈം പീരീഡ് അറ്റ് എർത്ത് എന്ന് പറയുന്നത് 3.5 ഇൻറ്റു 3.5 എന്നാണ്. 3.5 ഇൻറ്റു 3.5 ആണ്. 3.5 എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്രോക്സിമേറ്റ്ലി 1.7 എന്ന് പറഞ്ഞാൽ 17 34 അപ്രോക്സിമേറ്റ്ലി കട്ടാട് ചെയ്ത് നമ്മൾ. അപ്പോൾ 9.8 ഇൻറ്റു 3.5 എന്നാണ് വരിക. 9.8 ഇൻറ്റു 3.5 എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി 9.8 നമ്മൾ 10 നമ്മൾ എടുക്കുകയാണെങ്കിൽ 10 ഇൻറ്റു 3.5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 36 വരുന്നൊക്കെ. 36 അപ്രോക്സിമേറ്റ്ലി നമുക്ക് എടുക്കാം. അപ്പോൾ ടൈം പീരീഡ് അറ്റ് മൂൺ സ്ക്വയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 36 എടുക്കുകയാണെങ്കിൽ ടൈം പീരീഡ് അറ്റ് മൂൺ എന്ന് പറയുന്നത് എന്താണ് വരിക? 6 സെക്കൻഡ് എന്നാണ് വരിക. 6 സെക്കൻഡ് എന്നാണ് നമ്മളിവിടെ അപ്രോക്സിമേഷൻ എടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് വാല്യൂ കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്? 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്സലറേഷൻ ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്സലറേഷൻ ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. Acceleration of changing magnitude and direction. Acceleration of changing magnitude but constant direction. Acceleration of constant magnitude but changing direction.
അവിടെ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഡിറക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ആക്സലറേഷൻ ഓഫ് ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് വരുന്നത്. ലിസ്റ്റ് എനി ടു കണ്ടീഷൻ ഫോർ എ മോഷൻ ഓഫ് എ ബോഡി ടു ബി സിമ്പിൾ ഹാർമോണിക്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന് ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം. രണ്ടാമത്തത് എന്താണ്? ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ ബോഡി എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ആൻഡ് SHM ഈസ് ഗിവൺ ബൈ x is equal to 8 sin omega t 8 sin 10 pi t minus pi by 4. At which position will the kinetic energy become equal to x square? അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടും ഈക്വൽ ആകുന്ന പോയിന്റ് അല്ലേ? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ രണ്ട് എനർജിയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 എന്നാണ് കിട്ടുക. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ 2 കിട്ടും അല്ലേ? റൂട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ ആണ്. 8 ആണുള്ളത്, 8 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്നാണ് വരിക. അല്ലെങ്കിൽ 8നെ ഞാൻ എന്ത് ചെയ്യാം? 4 × 2 എന്നതിൽ കൂടെ ഡിവൈഡഡ് ബൈ റൂട്ട് 2 വിച്ച് ഈസ് ഈക്വൽ ടു 4√2 മീറ്ററിലാണ് എന്ത് വരിക? ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്? 2 മാർക്കാണ് ഈ പറഞ്ഞ പ്രോബ്ലം ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത് നോക്കിയേ. എ സിമ്പിൾ പെൻഡുലം സ്റ്റാർട്ട്സ് വിത്ത് ഇറ്റ്സ് ബോബ് അറ്റ് പൊസിഷൻ x shown in the figure. The bob is pulled aside to y and then released. It swings from y to z and back to y. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് ഇനീഷ്യലി ഈ ഒരു പറഞ്ഞ വൈയിലേക്ക് എടുത്തു, വൈയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. അങ്ങനെയാണ് എന്താണ്? ടേക്ക് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ഗ്യാപ്സ്. ടു മൂവ് the bob from x to y dash has to be done on it and its എന്താണ് ചെയ്യേണ്ടത്? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് കൈനറ്റിക് എനർജി വർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ? വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോഡിയെ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഡാഷ് എനർജി ഇൻക്രീസസ്. അതായത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുക. വർക്ക് ഹാസ് ടു ബി ഡൺ ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി increases as it moves from y to x. Some of this energy is converted into kinetic energy. Throughout the swing from y to z and back to y, the total energy is constant. ഇത്രയും ഈ 4 വേർഡ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത്? 2 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോബ് വെൻ ഇറ്റ് ഈസ് അറ്റ് എക്സിലെത്തുന്ന സമയത്ത് ആ പറഞ്ഞ ബോഡിയുടെ മുകളിലുണ്ടാകുന്ന ആക്സലറേഷൻ എത്രയാണ് ചോദിച്ചത്? ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 0 ആണ് വരിക. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. വാട്ട് ആർ ഡാംപ്ഡ് ഓസിലേഷൻസ്? ഡാംപ്ഡ് ഓസിലേഷൻ എന്താണെന്നാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ഓസിലേറ്റ് ചെയ്യുന്ന ബോഡി. ആ ഓസിലേറ്റ് ചെയ്യുന്ന ബോഡിക്ക് മുകളിൽ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഓസിലേഷൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണുള്ളത്? ഡാംപ്ഡ് ഓസിലേഷൻ്റെ കേസിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? വെലോസിറ്റിയാണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? -bv എന്നാണ് ഡാമ്പിങ് ഫോഴ്സ് വരിക. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും? എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യുന്നതിന് മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ a + b/mv + k/m x ഈസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് പറയാൻ പറ്റും. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ d²x ഡിവൈഡഡ് ബൈ dt² പ്ലസ് b/m ഇൻറ്റു dx/dt പ്ലസ് k/m ഇൻറ്റു x ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനാണ് എന്ത് പറയുക? ഡാംപ്ഡ് ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് A ഈസ് ഈക്വൽ ടു A0 cos ωt എന്ന് പറയുന്നതാണ്. അല്ല, x ഈസ് ഈക്വൽ ടു A0 cos ωt എന്ന് പറയുന്നതാണ് ഇതിൻ്റെ
ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ A0 എന്ന് പറയുന്ന ആൾ വാരി ചെയ്യുന്നുണ്ട്, x is equal to a cos omega t എന്നതാണ്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വാരിങ് ആണ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. A is equal to A0 e raised to minus 2bt/m എന്ന് പറയുന്നതാണ്. 2 minus bt/2m എന്ന് പറയുന്ന ഈ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ is equal to √k/m minus b² divided by 4m² എന്ന് പറയുന്നതാണ് ഇവിടെ ഈ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൽ തുടങ്ങും, പിന്നെ എന്ത് ചെയ്യും, ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്ത് ഇൻഫിനിറ്റിയിൽ വെച്ച് എന്ത് ചെയ്യും, 0 ആവുമെന്നാണ് പറയുന്നത്. ഇതാണ് A0 എന്ന് പറയുന്നത്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് വിത്ത് ടൈമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മോഷൻ റെപ്രസെൻറ്റഡ് ബൈ ഇക്വേഷൻ y of t is equal to a cos omega t plus phi is called simple harmonic motion. Which one of the following example closely represent SHM? Substantiate your answer. The rotation of earth about its axis. എർത്ത് ആക്സിസിന് ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും SHM ആണെന്ന് പറയാൻ പറ്റില്ല. SHM-ന് രണ്ട് കണ്ടീഷൻ ഉണ്ട്, ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം, പിന്നെന്താണ്, ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ആയിരിക്കണം. ഓസിലേഷൻ ഓഫ് സിങ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈസ് എന്താണ്, ഇവിടെ SHM ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓസിലേഷൻ ഓഫ് സിങ് എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് പോലെ തന്നെ നമ്മളവിടെ ഡിറൈവ് ചെയ്ത പോലെ തന്നെ അവിടെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു സിമിലാരിറ്റിയാണ് ഇവിടെ സിങ്ങിന് പറയുന്നത്. അപ്പോൾ സിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സിമ്പിൾ പെൻഡുലം കൺസിഡർ പോലെ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് ഉണ്ടാകുന്നത്. പിന്നെന്താണ്, അവിടെ എപ്പോഴും ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സ് ഒക്കെ ഇക്വേറ്റ് ചെയ്തതിനാൽ നമുക്ക് ടൈം പീരീഡ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ സിമിലർ കേസ് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക, ഓസിലേഷൻ ഓഫ് എ സിങ്ങിൽ വരുന്നത്. എ വൈബ്രേറ്റിംഗ് സിമ്പിൾ പെൻഡുലം ഓഫ് ടൈം പീരീഡ് T ഈസ് പ്ലേസ്ഡ് ഇൻ എ ലിഫ്റ്റ് which is accelerating downwards. What is the effect on this time period, time period of the pendulum? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടൈം പീരീഡ് T is equal to 2π√L/g ആണ്. അപ്പോൾ ഡൗൺവേർഡ് ഡിറക്ഷനിൽ പോകുന്ന ഒരു സിമ്പിൾ ഒരു ലിഫ്റ്റ് കൺസിഡർ ചെയ്താൽ അവിടെ എഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് G' is equal to G - a ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് വരും T is equal to 2π√L divided by G - a. G - a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഡിഗ്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എഫക്റ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡിഗ്രീസ് ചെയ്യുന്നു. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിലെ C ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഡിസ്പ്ലേസ്മെന്റ് y ഓഫ് ആൻ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ വാരീസ് വിത്ത് ടൈം T. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ y is equal to 2 cos 0.5 πt plus π/3. ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് പീരീഡ് ഓഫ് ദ പാർട്ടിക്കിൾ എന്നാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണ് വരുന്നത്. പിന്നെ എന്താണ് ചോദിച്ചുള്ളത്, ടൈം പീരീഡ് ആണ് ചോദിച്ചുള്ളത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, ഒമേഗ ഈസ് ഈക്വൽ ടു 0.5 π എന്നാണ് വരുന്നത്. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, 2π/t ആണ്. ഇംപ്ലൈസ് T ഈസ് ഈക്വൽ ടു 2π divided by omega, which is equal to 2π divided by 0.5 π ആണ്. പൈ ക്യാൻസൽ ചെയ്തു. 2 divided by 0.5 എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് എന്ന് പറയുന്നതാണ് അവിടെ ടൈം പീരീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിനാൽ ഒരു മാർക്കാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ്ഡ് ഡാംപ്ഡ് ഓസിലേഷൻ കൺസിഡർ ചെയ്യാം. ഫോഴ്സ്ഡ് ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ പറഞ്ഞു അല്ലേ. ഡാംപ്ഡ് ഓസിലേഷനകത്ത് നമ്മളൊരു എക്സ്റ്റേണലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട്, ഒരു പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡിൽ തന്നെ ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ ഇക്വേഷൻ വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ d²x ഡിവൈഡഡ് ബൈ dt² പ്ലസ് എന്ത് വരും, b/m ഇൻറ്റു dx/dt പ്ലസ് k/m ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് 0 എന്നാണ് ഡാംപ്ഡ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതൊരു പീരിയോഡിക് ഫോഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു F0 cos ω' എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി, ω' എന്ന് പറയുന്ന മറ്റൊരു ഫ്രീക്വൻസിയിലുള്ള മറ്റൊരു പീരിയോഡിക് ഫോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യും. ആ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയിലാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഓസിലേഷൻ നടക്കുക, ഫോഴ്സിൽ ഓസിലേഷൻ നടക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന ബോഡിക്ക് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് ω0 അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത്. ഈ ബോഡി ഓൾറെഡി ഡാംപ്ഡ് ഓസിലേഷൻ ആണ്. ഡാംപ്ഡ് ഓസിലേഷൻ്റെ ആ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു പീരിയോഡിക് ഫോഴ്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, അതാണ് ഒമേഗ ഡാഷ് എന്ന് പറയുന്നത്. ഈ ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഒമേഗക്ക് ഈക്വൽ ആണെങ്കിൽ, ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഒമേഗക്ക് ഈക്വൽ ആണെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ബോഡി, ഈ ഫോഴ്സ്ഡ് ഓസിലേഷനിലുള്ള ബോഡി എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലാണ് ഓസിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസൊണൻസ് എന്ന് പറയുന്നത്. റെസൊണൻസ് മാർച്ച് ചെയ്ത് പോകില്ല എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മാർച്ച് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഈ ബ്രിഡ്ജിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും, ബ്രിഡ്ജ് കൊളാപ്സ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് മാർച്ച് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, മാർച്ച് ചെയ്ത് പോകില്ല, ബ്രിഡ്ജിന് മുകളിലൂടെ സോൾജിയേഴ്സ് മാർച്ച് ചെയ്ത് പോകില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്ററുകൾ വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. വളരെ ഈസിയായി ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. 3 മാർക്ക് വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. കൂടുതലും ഡെറിവേഷനും ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയുമാണ് ചോദിക്കുക. അതിൽ നമ്മൾ പറഞ്ഞതിന് പുറത്തൊന്നും കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുക. ഓക്കെ, അപ്പോൾ വ്യക്തമായി വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുമെന്ന് ആശംസിക്കുന്നു. അതിനെ കൂടെ നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ വേവ്സ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത ദിവസമായിട്ട് എടുക്കുന്നതായിരിക്കും. ഫിസിക്സിന് നമ്മളെല്ലാ ചാപ്റ്ററുകളും ഇത്രയും ദിവസം കവർ ചെയ്തു. 14 ചാപ്റ്ററുകളാണ് നമ്മൾ 8 ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുമ്പത്തെ ഏതെങ്കിലും ചാപ്റ്റർ വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മളെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ. അതിൽ ഫിസിക്സിൻ്റെ ഏത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് കണ്ട് മാക്സിമം പഠിക്കുക, നന്നായി മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഫുൾ മാർക്ക് വാങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്ററോടെ ഇനി ഡിസ്കസ് ചെയ്യാണ്ട് വേവ്സ്, അത് നമ്മൾ ലാസ്റ്റ് ഒരു സെക്ഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.